ശിവഗിരിയിൽ മഹാഗുരുവിനെ സന്ദർശിച്ചതിൻ്റെ 100-ാം വർഷം തികയുന്ന ഈ സുദിനം നാടെങ്ങും വളരെ ശ്രീ സുഷ്മാനന്ദ സ്വാമിജി അവർകൾ, ബഹുമാനവും ആരാധ്യനുമായ ശ്രീ ശാരദാനന്ദ സ്വാമിജി അവർകൾ, ബഹുമാനീയനും ആരാധ്യനുമായ ശ്രീ നാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് സെക്രട്ടറി ശ്രീ ഋദംബരാനന്ദ സ്വാമിജി അവർകൾ, ഏവർക്കും ഈ മഹനീയ ചടങ്ങിലേക്ക് സ്വാഗതം. ഈ മഹനീയ ചടങ്ങിന് ആശംസകളും ആത്മീയ ആശംസകളും നേരുന്നതിന് വേണ്ടിയിട്ട് ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി സത്യദേവദാർത്ഥ സ്വാമിജി അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. आओ गुरुदेवा दर्शन दे दो, तुम हो जगत की दाता, तुम हो जगत की दाता. तुम ही हो ब्रह्मा, तुम ही हो विष्णु, तुम ही हो शंकर रूपा. सृष्टि स्थिति लय स्वरूप तुम हो अनादि रूपा. आओ गुरुदेवा दर्शन दे दो, तुम हो जगत की दाता, तुम हो जगत की दाता. अनाथ नाथ दीन बंधो, तुम हो आनंद रूपा. अज्ञान नाशक शरण संरक्षक आत्मज्ञान प्रदाता. आओ गुरुदेवा दर्शन दे दो, तुम हो जगत की दाता, तुम हो जगत की दाता. ओम श्री नारायण गुरु अर्पणमस्तु. ഈ മഹനീയമായ
സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി പൂജനീയ ശ്രീമത് ഋദംബരാനന്ദ സ്വാമിജി അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരശ്ചന്ദ്രമരീചികേ. പൂജനീയനായ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിജി, കൊൽക്കത്ത വിശ്വഭാരതി സർവകലാശാലയുടെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ വിദ്യുത് ചക്രവർത്തി, മുഖ്യ അതിഥിയായ ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ്, മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി ശ്രീ വി പി ജോയ്, അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്ന ശ്രീമദ് സൂക്ഷ്മാനന്ദ സ്വാമിജി, ആശംസകൾ നേരുന്ന ശ്രീശങ്കര സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ശ്രീ കെ എസ് രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ ഖജാൻജി ശ്രീമദ് ശാരദാനന്ദ സ്വാമിജി, ശ്രീമദ് സത്യാനന്ദ തീർത്ഥ സ്വാമിജി, ശ്രീമദ് വീരേശ്വരാനന്ദ സ്വാമിജി, ശ്രീമദ് അസംഗാനന്ദ സ്വാമിജി, ശ്രീ പി എസ് ബാബുറാം, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വിശ്വമഹാകവി നോബൽ സമ്മാന ജേതാവുമായ ബംഗാളിൻ്റെ ഗുരുദേവനായ രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ ദർശിച്ചതിൻ്റെ ശതാബ്ദി ആഘോഷത്തിനാണ് നമ്മളിപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. 1922 നവംബർ മാസം 15-ാം തീയതിയാണ് മഹാകവി ടാഗോർ ശിവഗിരിയിലെത്തി സ്വാമിതൃപാദങ്ങളുമായി സംവാദത്തിലും മറ്റും ഏർപ്പെടുന്നത്. ഇന്ന് 100 വർഷം തികയുകയാണ്. ഇതിനോടനുബന്ധമായി ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ശതാബ്ദി ആഘോഷ സമ്മേളനങ്ങൾ നടത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 2 ഗുരുക്കന്മാരുടെ മഹാസംഗമം, അതിൻ്റെ ശതാബ്ദി ശ്രീനാരായണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഗുരുദേവ വിശ്വാസികളെ സംബന്ധിച്ചും മാത്രമല്ല, അതിനെല്ലാം ഉപരിയായി ആഗോളതലത്തിൽ തന്നെ വിശ്വസാഹിത്യത്തെ സ്നേഹിക്കുന്ന ഏവരും ഓർക്കുന്ന, ആധ്യാത്മിക രംഗത്ത് ഈ 2 ഗുരുശ്രേഷ്ഠന്മാരുടെയും പ്രാധാന്യത്തെ
അറിയുന്ന ഏവരും ഒരുപോലെ ആദരവോടെ ഓർക്കുന്ന പുണ്യദിനം കൂടിയാണ് എന്ന്. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല, കാരണം ഇവിടെ ഒട്ടേറെ മഹത്തുക്കൾ ഈ പ്രസംഗവേദിയിലുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് തന്നെ നേരെ കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പൂജനീയനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ്. സച്ചിദാനന്ദ സ്വാമികളെ ഔപചാരികതയുടെ പേരിൽ ഈ ശതാബ്ദി സമ്മേളനത്തിലേക്ക് ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുവാനുള്ളത് നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകനെയാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് ശിവഗിരി സന്ദർശിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിനാൽ വിപുലമായി ആഗോള ശ്രദ്ധ ആകർഷിക്കപ്പെട്ട തലത്തിൽ വളർത്തിയെടുത്ത വിശ്വഭാരതി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. വിദ്യുത് ചക്രവർത്തി ഈസ് ദ വൈസ് ചാൻസലർ, വിശ്വഭാരതി, വെസ്റ്റ് ബംഗാൾ. He was a professor in the Department of Political Science in University of Delhi till November 2018. He was completed his PhD from London School of Economics, UK, and has been associated with the teaching and research for more than 3 decades. He has taught in several prestigious educational institutions such as the London School of Economics, Indian Institute of Management or IIM, Calcutta, Monash University, Australia, National University of Singapore, Hamburg University, Germany. He is considered as an authority in public administration. Professor Chakrabarti is also a prolific writer with many books published by globally reputed publishers. Among his publications are important books on public administration are From Government to Governance to the Winning the Mandate, The Indian Experience, Communism in India, Events, Process and Ideologies, Indian Politics and Society Since Independence, The Governance Discourse, a Reader. In addition to public administration, his research interests includes modern Indian political thought and contemporary Indian politics. He is a life member of Indian Institute of Public Administration and the editor of International Journal of Urban Sciences. Taylor and Francis, London. An acclaimed academic professor, Chakrabarti also held various academic assignments as visiting professor in various renowned universities across the globe. Besides having brief stints as a visiting professor in the UK, Australia and Singapore, he was the first to occupy University, Virginia, USA. Recently, he was appointed the DAAD professor in Germany, housed in the University of Hamburg. I heartily welcome you, sir, to this August centenary celebrations. നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകളാണ്. അദ്ദേഹം ലാളിത്യത്തിൻ്റെ മന്ത്രി കൂടിയാണ്. അതെടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് UAEയിൽ അലൈനിലൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. ശിവഗിരിയുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നു എന്ന് മാത്രവുമല്ല,
ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വസംഹിതയെക്കുറിച്ചും ഗുരുവിൻ്റെ വിശ്വമാനവികമായ ദർശനത്തെക്കുറിച്ചും ആധികാരികമായി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൃതികളിലൂടെ. അദ്ദേഹത്തെ ഈ ശതാബ്ദി സമ്മേളനത്തിലേക്ക് ശിവഗിരി മഠത്തിൻ്റെ പേരിൽ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മുഖ്യപ്രഭാഷകനായി എത്തിച്ചേർന്നിട്ടുള്ളത് പ്രശസ്ത കവി ജോയി വാഴയിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഭരണസാരഥ്യത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ VP ജോയ് അവർകളാണ്. അദ്ദേഹം നല്ലൊരു കവി കൂടിയാണ്. അദ്ദേഹത്തിനും ഒരു മുഖവുരയുടെ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശിവഗിരിയിൽ തീർത്ഥാടന വേളകളിലുമൊക്കെ അദ്ദേഹം പലപ്പോഴും സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ശതാബ്ദി സമ്മേളനത്തിലേക്ക് ഏറെ ബഹുമാനത്തോടുകൂടി ശിവഗിരി മഠത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ശിവഗിരി മഠത്തിലെ ഒരു സീനിയർ സന്യാസിയായ ശ്രീമദ് സൂക്ഷ്മാനന്ദ സ്വാമികൾ അദ്ദേഹം ഈ പരിപാടിയിൽ അനുഗ്രഹവർഷം ചൊരിയുന്നുണ്ട്. അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഡോക്ടർ KS രാധാകൃഷ്ണൻ, അദ്ദേഹവും ശങ്കരാചാര്യ സ്വാമികളുടെ പേരിൽ കേരളത്തിൽ സമാരംഭിക്കപ്പെട്ട ഭാരതത്തിൻ്റെ അമരഭാഷയായ സംസ്കൃത യൂണിവേഴ്സിറ്റി ശ്രീശങ്കര യൂണിവേഴ്സിറ്റി കാലടിയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ചിരുന്നു. പലപ്പോഴും ശിവഗിരിയുടെ വേദികളിൽ ഗുരുദേവ തത്വ പ്രഭാഷണങ്ങൾക്കായും എത്തിച്ചേർന്നിട്ടുള്ളയാളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വിന്നറായ ശ്രീ S ജോസഫ് അവർകൾ ഈ യോഗത്തിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാന്യനായ MLA ഈ യോഗത്തിലേക്ക് നമ്മൾ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് തിരുവനന്തപുരത്തൊരു പരിപാടിയിൽ അടിയന്തരമായി പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ, വർക്കലയുടെ നഗരപിതാവ് എന്നുള്ളതിലുപരി ശിവഗിരിയുടെ എല്ലാ പരിപാടികളിലും ഞങ്ങളിൽ ഒരാളെ പോലെ നിന്ന് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ മൊമൻറ്റോ നൽകുന്നത് ശ്രീ PS ബാബുറാമാണ്. അദ്ദേഹം ബ്രഹ്മവിദ്യാലയ കനക ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ കൺവീനറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ബഹുമാന്യനായ ഖജാൻജി ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ ഈ വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. സ്വാമിജിയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ വീരേശ്വരാനന്ദ സ്വാമികൾ, അസംഗാനന്ദ സ്വാമികൾ, സത്യാനന്ദ സ്വാമികൾ തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏവരെയും ശതാബ്ദി ആശംസകളോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വഭാരതിയുടെ വൈസ് ചാൻസലറെയാണ് ഔദ്യോഗികമായി ക്ഷണിച്ചത്. അദ്ദേഹം ശിവഗിരിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ ഈ പാവനമായ സന്നിധാനത്തിലെത്തി അനുഗ്രഹം തേടണമെന്നുള്ള അദമ്യമായ ആഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും മകനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ യോഗത്തിലേക്ക് വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ മഹാഗുരുക്കന്മാരുടെ അപൂർവ സംഗമത്തിൻ്റെ ശതാബ്ദി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.
ഈ മഹനീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിജി അവറുകളാണ്. സ്വാമിജിയെ ആദരപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അവതാരവരിഷ്ടന്തം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ ഗുരുദേവൻ്റെയും വിശ്വമഹാകവി ടാഗോറിൻ്റെയും സമാഗമത്തിൻ്റെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നിട്ടുള്ള വിശ്വഭാരതി കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആദരണീയനായ വിദ്യുത് ചക്രവർത്തി അവറുകളെ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവറുകളെ, ധർമ്മസംഘത്തിൻ്റെ സംപൂജ്യനായ ജനറൽ സെക്രട്ടറി ഉദംബരാനന്ദ സ്വാമി, അനുഗ്രഹപ്രസംഗം നടത്തുന്ന സൂക്ഷ്മാനന്ദ സ്വാമി, ശാരദാനന്ദ സ്വാമി, മറ്റ് സന്യാസി വര്യന്മാരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മളുടെ ചീഫ് സെക്രട്ടറി കവി കൂടിയായ വി പി ജോയി അവറുകളെ, ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അവറുകളെ, വർക്കല മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ എം ലാജി അവറുകളെ, മറ്റ് സന്യാസി സഹോദരന്മാരെ, വിശിഷ്ടാതിഥികളെ, എല്ലാവർക്കും ആശംസാഭരിതമായ കൂപ്പുകൈകൾ. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കേരള സന്ദർശനവും ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. വിശ്വഭാരതിയുടെ ഫണ്ട് ശേഖരണാർത്ഥം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചിരുന്ന മഹാകവി കേരളത്തിലെത്തി ഈ ഫണ്ട് ശേഖരണം നടത്തി ശിവഗിരിയിൽ വന്ന ഗുരുവിനെ ദർശിച്ചത് അന്നത്തെ വലിയ ഒരു സംഭവമായിരുന്നു. ആ സംഭവം ഇവിടെ സവിസ്തരമായി പ്രതിപാദിക്കുവാൻ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. തിരുവനന്തപുരത്ത് നവംബർ മാസം 9 എത്തിയ ടാഗോറും അദ്ദേഹത്തിൻ്റെ മകനും മകൻ്റെ ഭാര്യയും പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന CF ആൻഡ്രൂസും തിരുവനന്തപുരത്തുനിന്നും ആറ്റിങ്ങൽ വഴി വർക്കലയിൽ ശിവഗിരിയിൽ ശാരദാമഠത്തിൽ ആദ്യമെത്തി ശാരദാദേവിയെ പ്രണമിക്കുന്നു. ശാരദാമഠത്തിൻ്റെ സവിശേഷത പൂജയൊന്നുമില്ലാതെ, സാധാരണ വൈദിക താന്ത്രിക കർമ്മങ്ങളൊന്നുമില്ലാതെ വിദ്യാദേവതയായ ശാരദയുടെ തൃക്കൈയിൽ വീണയ്ക്ക് പകരം പുസ്തകം നൽകി പ്രതിഷ്ഠയിൽ ഗുരുദേവൻ്റെ സവിശേഷതയെ പ്രത്യേകം ഉണർത്തുമാറുള്ള ശാരദാക്ഷേത്രമല്ല, ശാരദാ മഠം. ആ ശാരദാ മഠത്തിൻ്റെ പ്രത്യേകത ടാഗോർ നല്ലവണ്ണം നോക്കിക്കണ്ടു. മഹാകവി കുമാരനാശാനിൽ നിന്നും ശാരദാമഠത്തിൻ്റെ പ്രത്യേകതകൾ ചോദിച്ചറിഞ്ഞു. സർവകലാശാല
വിശ്വഭാരതിയിലും ശാന്തിനികേതനത്തിലും ശാരദോത്സവം നടത്തിയിരുന്ന ടാഗോറിനെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ സംസ്ഥാപനം ചെയ്ത ശാരദാമഠവും അതിൻ്റെ സവിശേഷതയും അദ്ദേഹത്തെ വളരെയേറെ ആകർഷിക്കുകയുണ്ടായി. അതിനുശേഷമാണ് വൈദിക മഠത്തിലേക്ക് ചെല്ലുന്നത്. വൈദിക മഠത്തിലേക്ക് ടാഗോർ കാലെടുത്ത് വെക്കുന്നതും ഗുരു കഥകൾ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നതും ഒരേ സമയത്തായിരുന്നു. ഗുരുവിനെ കണ്ട ഉടനെ ഓ ഗ്രേറ്റ് സെയിൻ എന്ന് പറഞ്ഞ ടാഗോർ താണ് തൊഴുത് നമസ്കരിക്കുകയുണ്ടായി. കുമാരനാശാൻ കൊണ്ടുവന്നിട്ട ഒരു 3 തടുക്കുകളിൽ ടാഗോറും ആൻഡ്രൂസും ഗുരുദേവനും ഉപവിഷ്ടരായി. അങ്ങയെ കണ്ടതോടുകൂടി എൻ്റെ ഹൃദയത്തിന് വലിയൊരു മാറ്റമുണ്ടായിരിക്കുന്നു, ടാഗോർ പറഞ്ഞു. ഗുരു പുഞ്ചിരിച്ചതേയുള്ളൂ. ടാഗോർ വീണ്ടും പറഞ്ഞു, വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ നോക്കി ഭ്രാന്താലയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 25 വർഷങ്ങൾക്ക് മുമ്പാണ്, 1896 1922 ആയപ്പോഴേക്കും കേരളത്തിൻ്റെ മുഖച്ഛായ മാറിക്കഴിഞ്ഞിരുന്നു. ഗുരു അവിടുന്ന് ഏറെ പ്രവർത്തിച്ചുവല്ലോ എന്ന് ടാഗോർ പറഞ്ഞപ്പോൾ ഗുരു അരുളി ചെയ്തു, നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവിടെ ഒറ്റ പദത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനമുണ്ട്. ഗുരുദേവനെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവായും വിപ്ലവകാരിയായും ഒക്കെ വിശേഷിപ്പിക്കുന്ന ആളുകൾ അവിടുത്തെ കർമ്മപ്രപഞ്ചത്തെക്കുറിച്ച് പറഞ്ഞ ഈ ഒരു വാക്ക്, നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ, കാറ്റും മഴയും മഞ്ഞും വെയിലും സഹിച്ചുകൊണ്ട് നഗ്നപാതനായി ഈ രാജ്യത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ സഞ്ചരിച്ച് രാപകൽ വ്യത്യാസമില്ലാതെ അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കാൻ വേണ്ടി ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച മഹാഗുരു തമാശ പറയുകയാണോ എന്ന് പോലും പലർക്കും തോന്നി. രാപകൽ വ്യത്യാസമില്ലാതെ ഗുരു തന്നെ ആത്മോപദേശത്തിൽ പറയുന്നത് പോലെ അഹർനിശം പ്രയത്നത്തിൽ മുഴുകിയ ഗുരുവാണ് അരുളി ചെയ്യുന്നത്, നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ടാഗോറിന് ഗുരു പറഞ്ഞത് മനസ്സിലായി. ഗുരുവിൻ്റെ ദർശനമാലയിലുണ്ട്, സ്വയം ക്രിയന്തേ കർമാണി കരണൈരിന്ദ്രിയൈരപി അഹന്തു അസംഗ കൂടസ്ഥ ഇത് ജാനാതി കോവിദഃ കരണൈഹി ഇന്ദ്രിയൈഹി അപി കർമാണി സ്വയം ക്രിയന്തേ. കരണങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മം ചെയ്യുന്നു. ജ്ഞാനിയുടെ ആത്മാവോ സാക്ഷീഭൂതമായി അസംഗമായി കർമ്മങ്ങളൊന്നും ചെയ്യാതെ നിലകൊള്ളുന്നു. ഈ ലൈറ്റ് പ്രകാശിക്കുമ്പോൾ നാം ഒക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിലും ലൈറ്റ് പ്രകാശിക്കുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അതുപോലെ ജ്ഞാനിയുടെ ആത്മചൈതന്യം അത് പ്രകാശിതമായി നിൽക്കുന്നു. ഗുരു ആ ജ്ഞാനിയാണ്, ആ ആത്മാവാണ്, പരമാത്മ ചൈതന്യമാണ്. ഭഗവത്ഗീതയിൽ പറയില്ലേ, പത്മപത്രമിവാംബസ, കുളത്തിൽ കിടക്കുന്ന താമരയില പോലെ. വെള്ളത്തിൽ താമരയില കടന്നാൽ വെള്ളവും താമരയിലയും തമ്മിൽ സ്പർശിക്കുന്നില്ലല്ലോ. സർവകർമാണി മനസാ സന്യസ്ത്യാസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുറുവൻ ന കാരയൻ. കർത്തും അകർത്തും അന്യതാകർത്തും വൈദികൻ ലൗകികം ച കർമ്മ. ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് വൈദികവും ലൗകികവുമായ യാതൊരു കർമ്മവുമില്ല. അദ്ദേഹം ബ്രഹ്മനിഷ്ഠനായി സ്ഥിതി ചെയ്യുന്നു. ഗുരുവിൻ്റെ ആ ബ്രഹ്മനിഷ്ഠയെ നല്ലവണ്ണം മനസ്സിലാക്കിയ ടാഗോർ മഹാകവി ശ്രീനാരായണ ഗുരുവിൽ ഒരു പരമഹംസനെ കണ്ടു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും വിവേകാനന്ദ സ്വാമിയുടെയും മഹാത്മാഗാന്ധിയുടെയും അതുപോലെ അരവിന്ദൻ്റെയും ഇന്ത്യക്ക് വെളിയിൽ റൊമീൻ റോളണ്ട്, ടോൾസ്റ്റോയി തുടങ്ങിയ മഹാത്മാക്കളുടെയും എല്ലാം സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ ടാഗോർ മഹാകവി ശിവഗിരിയിലെ ഡയറിയിൽ രേഖപ്പെടുത്തിയത് നമുക്കറിയാം. ശ്രീനാരായണ, ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു വരുന്നു. ശ്രീനാരായണ ഗുരുവിന് തുല്യനായ, ശ്രീനാരായണ ഗുരുവിനേക്കാൾ ഉയർന്ന തുല്യനായൊരു മഹാത്മാവിനെയും ലോകത്തൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല.
ടാഗോറിനെ അത്രയേറെ ആകർഷിച്ചു ഗുരുദേവൻ്റെ ജീവിതചര്യ. ടാഗോറിന് ഇവിടുന്ന് ഭക്ഷ്യമായി നൽകിയത് ഡോക്ടർ പൽപ്പു 2 തമിഴ് ബ്രാഹ്മണന്മാരെ ഇവിടെ കൊണ്ടുവന്നിരുന്നു ഭക്ഷണം പാകം ചെയ്യാൻ. പക്ഷേ ഗുരു തലേ ദിവസം മഴയത്ത് പെടന്ന് വീണ ഒരു തെങ്ങിൻ്റെ മണ്ട വെട്ടിയെടുത്ത് അതിൻ്റെ ആ പൊങ്ങും അതിൻ്റെ ഇളനീരും അതേപോലെ തെങ്ങിൻ്റെ മണ്ടയുമാണ് അദ്ദേഹത്തിന് നൽകിയത്. ടാഗോറും ആൻഡ്രൂസും അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ ആസ്വാദ്യകരമായൊരു ഭക്ഷണം ഇതുവരെയും കഴിച്ചിട്ടില്ല എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഏതായാലും അതിനുശേഷം കേരളത്തിൽ നിന്നും എത്തുന്ന ആളുകളോട് ടാഗോർ ഗുരുവിനെക്കുറിച്ച് ചോദിക്കുമായിരുന്നു, പറയുമായിരുന്നു. ടി.കെ. മാധവൻ്റെ മകൻ ഡോക്ടർ ബാബു വിജയനാഥും സിനിമാ നടനായിരുന്ന ജി.കെ. പിള്ളയുമൊക്കെ ശാന്തിനികേതനിൽ പഠിക്കാൻ ചെന്ന അവസരത്തിൽ ടാഗോർ മഹാകവി അവരോട് ശ്രീനാരായണ ഗുരുവിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങളുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നിവിടെ ഈ വേദിയിൽ വെച്ച് ടാഗോറിൻ്റെ ശിവഗിരി സന്ദർശന ആ സംഗമത്തെ സംബന്ധിച്ച് ഒരു ലഘു വിവരണ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൽ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ വിശിഷ്ട അതിഥികൾക്കെല്ലാം ശിവഗിരി മഠത്തിൻ്റെ പേരിലുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും സ്വാഗതവും സുസ്വാഗതവും എല്ലാം ഓതിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ഈ മഹാസമ്മേളനം, ഈ ശതാബ്ദി സമ്മേളനം സമുദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ആദരണീയനായ നമ്മളുടെ വൈസ് ചാൻസലർ ശ്രീ വിദ്യുത് ചക്രവർത്തി അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രഭയഴും വിളക്കിത സാവധാനമടിയൻ കൊളുത്തുന്നേ ഭാവബന്ധനോടു സത്യരൂപനാം ദേവ നിൻ മഹിമയാർന്ന ഈ കോവിലിൽ പാവനപ്രഭയഴും വിളക്കിത സാവധാനമടിയൻ കൊളുത്തിനെ അല്പമെങ്കിലും ഇതിൻ പ്രഭാങ്കുരം സ്വൽപ്പതേ ഇരുത്തുരന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമയിലെത്തണേ സേമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞമലർമാല തന്നിലും ഹേമവിഗ്രഹമരീശിതേടുമേ കോമളപ്രഭ തിളങ്ങണേ വിഭോ മാറ്റി നിൻമുഖരസം മറച്ചതിൽ പറ്റി പുൽക്കരുത് ധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെയും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം ചേർത്ത് തിന്നുള്ളു തെളിഞ്ഞു പൊങ്ങി നെയ്യ് വാർത്തിടായിലി എരിഞ്ഞു മേൽക്കുമേൽ നിർത്തവിശാമിഴിയഞ്ചിടുന്ന നിൻ മൂർത്തി മുൻപോ കരിനിഴൽ നീങ്ങി നിൽക്കണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആദരണീയനായ വിശ്വഭാരതി സർവകലാശാലയുടെ വൈസ് ചാൻസലർ വിദ്യുത് ചക്രവർത്തി സാർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. असुतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्युं मा अमृतं गमय. ओम शांति शांति शांति. हरि ओम.
those who are sitting with me in the podium and those who are sitting in front of me, my pranam to all. It's a great privilege to be here today because just 100 years ago, on this day, two illustrious sons of Mother India met in this location. I have in mind Swami Narayana Guru and Gurudev Rabindranath Tagore, or in Bangla, Rabindranath Thakur. So the meeting didn't get enough publicity, especially in our part of the country, because as soon as I got the invitation, I tried to find out sources of information regarding this particular visit. And Tagore was very professional. Whenever he met a person of his choice, he used to record that meeting by taking photographs or by writing something or the other on his meeting, on this particular meeting. But unfortunately, I got little reference of Tagore's meeting with the great man Narayana Guruji. The reason being, again I found out from the archival sources that Tagore was very disturbed mentally at that point of time, because Tagore was not sure about the future of Vishwabharati, which he ran out of his own money, which he got from Nobel Prize. So he was in search of funds. And that time, Travancore king, he expressed his desire to support Gurudev Rabindranath Tagore in his effort. So Gurudev came here, as a baniya, to be very frank with you. And when he came to Trivandrum, he was aware of Narayana Swami, but he was not sure whether he had the opportunity to meet Narayana Swami, because he was busy in his own meditation and other activities. But he got an appointment and he came 1 hour late. And Narayana Guru, he was in deep meditation. And I saw that room where these two great men met. And the story goes that Guruji was inside his room in deep meditation. Nobody informed me of the arrival of Gurudev Rabindranath Tagore, but he instinctively knew from his meditative capacities. And the story goes, the door automatically opened and Guru came out and met Gurudev Rabindranath Tagore. And they didn't talk much. They talked through their eyes expression. That is what Tagore mentioned. Probably because of language barrier. But after he left, Tagore wrote a very interesting two lines. And he mentioned that I never saw God, but I was introduced to a godly person in Trivandrum, in Bhalakulu, in this jagat. So, the point I'm trying to make, that when great men, they meet, they don't have to exchange views in terms of words. There is an emotional contact which is established automatically. It is providential. It is God sent. And that's why Tagore was taken out of Bengal to search sources of funding. And in this particular case, he was
emotionally enriched after meeting the great Swami Narayana Guru. So this is how the meeting took place. And when I got the invitation from here, I was so fascinated and excited that I would be part of a history. That history is relatively less known, but that history has impacted on Tagore. Now, unlike Guru, Tagore was a family person. He was married with 9 children, but when he met Guru, he realized, or he confirmed his own point of view, because by that time Vishwabharati also was founded. He came to realize that there are certain ideas which are universally tenable or valid. And what are those ideas? Even today, if you look at today's intellectual search for knowledge, search for heavenly existence, search for godly presence, you'll find even today's thinkers, they hold the same opinion. I have in mind a great Hindi poet, Dinkar. You must have heard Namdhari Singh Dinkar. Now Dinkar, Tagore and Guruji, they thought alike in terms of education. I am trying to suggest that there are some ideas which are universally valid, and they transfer from one generation to another by the language, by the emotional expression of those who are considered to be above ordinary individuals like us. Ramdhari Singh Dinkar, he expressed the views articulated by Guru and Rabindranath Tagore by saying that Vidya ज्ञान देती है, विद्या ज्ञान देती है, श्रद्धा मान देती है, श्रद्धा मान देती है, नम्रता सम्मान देती है, पर तीनों जब एक साथ मिल जाए, व्यक्ति को प्रतिष्ठा देती है. What does it mean? It means that education or learning, they didn't talk about formal education. Learning gives one wisdom. Shraddha, respect begets man, means your self-esteem. Shraddha or respect begets self-esteem. Namrata, humility gives one individual respect. When these three are combined, you get established in society. Now, in these verse remains a philosophy, and that philosophy to me is transcendental, in the sense that whatever we heard in the 20s, whatever we heard later, and whatever we heard in the late 20th century, they are the same. So that way, they are the gurus, whether you talk of Rabindranath Tagore or Guru Narayan Swami Narayana Guru, they thought alike. Their main concern was to contribute to the humanity. Yesterday, when I came out of the airport, I was welcomed by Swami with the, kind of Uttoriyo. And I was fascinated because the Uttoriyo says the same thing which Tagore talked about frequently. What did he say? One religion, one caste,
one God. Now, this is something which Tagore kept on talking. And Tagore institutionalized these ideas with the formation of Vishwabharati in 1922. Now, there is a historical note I would like to draw your attention to. How did it come into being? Because Tagore comes from a very rich family. Probably you know that his father, his grandfather, Prince Dwarkanath Tagore, was one of the richest British citizen in the early part of the 19th century. And he was the one who owned shipping company. And his ships used to sail from Bombay to Liverpool. Carr and Tagore Shipping Company. So he comes from a very rich family. And they had landed property all over Bengal. But his son, Dwarkanath's son, Debendranath Tagore, was not at all materialistic. Dwarkanath died at a very young age, 51, and nobody knows the reason of his death. He died out of electrocution in London. When it happened, the entire Tagore family was in debt because he spent a lot. He was an extravagant kind of person. So when Debendranath Tagore, his son, came to know about it, he sold all the property. And again the story goes, the last day he had nothing except the house. And the debtors came to get back the money. And Debendranath Tagore said, here is my house. If you want to take it, please take it. But by that time, Debendranath Tagore was a great public intellectual. So they said, okay, no problem. We'll not take this house. You stay here. And then by dint of his effort, he expanded the empire of Tagore gradually. And he was the one, as you know, along with fulfilling his material goal, he also started building a new movement to understand India's past. He was the one who started translating Vedas, Upanishads, and he got Pandits from Banaras to get them translated in English and later Bangla. So, Debendranath Tagore was a person who brought about the Renaissance spirit in Bengal. And he started a Brahmacharya school in Vishwabharati, in Shantiniketan. And again, the story is that, why Shantiniketan? Now, Shantiniketan was founded by Debendranath Tagore himself. The story goes that he was going to Darjeeling, and in Bolpur, where Shantiniketan is located, the train engine developed certain technical snag. And at that point of time in 1861, just immediately 4 years after railway was introduced in India, there was not very many technical hands to repair the engine. So they had to send somebody to Calcutta. It took 3-4 days. So he went out and he saw the place. That time it was it's a barren land. And there he found from long distance one tree. It's called Chatim tree. And the tree is quite healthy. So he was surprised. How come in this, barren land, a tree gets all its nourishment from the land? So there must be some providential intervention here. So he started meditating. And he realized that this is the place which is to be developed as the place of meditation. And then he built a house and named the house Shantiniketan. So the place was known as Shurul, it's a village. And that place was transformed as Shantiniketan by Gurudev Rabindranath Tagore's father, Debendranath Tagore. So Gurudev, the youngest son of Tagore family, used to accompany his father wherever his father went. So his father came to Shantiniketan, Gurudev came. His father went to Himalayas, Gurudev went. So Gurudev was a kind of, very close to his father, Debendranath Tagore.
That's why you'll find in Gurudev's writings, there is significant influence of Upanishad. Now, if I say it now in today's context, then people will say probably Rabindranath was a Hindu nationalist. No. He explained himself that Upanishad is not a religious text like Quran or Bible. Because Quran is about an individual. Quran is about a particular period of history. Bible, New Testament, or Old Testament, they are also linked with a particular context, linked with the heroic deeds of an individual. But if you look at Upanishad, it's nothing but historical records of human civilization. And it was not written either for individual or for a particular period, but you will get a glimpse of how a civilization developed over a period of time. It is not written by one individual, if you look at the story. If you look at even, if you read Mahabharata, it's not written by one individual. There are many who contributed to the story. So that's why Tagore said, none of the religious texts in India or of Hinduism is not at all a religious text, because they are basically talking about a history, a phase of human civilization. So you'll find in most of his writings, Tagore referred to Upanishads ideas. Vishwabharati was founded on two Upanishadic ideas, and he mentioned it. When he founded Vishwabharati, he mentioned it. He said, Vishwabharati is one of those academic institutions which is based on A, Yatra Vishwam Bhavatika Nidam. This is the place, Vishwabharati, where people from all cultural background, people from different religious background, people from different geographical areas come and live in a nest. It's a need. And second, Vasudhaiva Kutumbakam. Why? Because we are all relatives. So Tagore was willing, Tagore was keen to go above the artificial distinction among humanity, just like Swami Narayana Guru. So this is, Tagore's basic idea of how Vishwabharati came into being. Now, besides this conceptual foundation, Tagore was a very practical man, like Swami Narayana Guru. Because for them, the contribution or well-being of humanity is most important. So, Vishwabharati is the only university in the country now which started by adopting 5 villages around the campus. Our Prime Minister, announced it and requested all the MPs to adopt 5 villages. That's in 2015. And Gurudev Rabindranath Tagore started this idea in 1922. And we have been, carrying this forward. And today, we have 60 villages around us. Now, you may ask the question, why did he do it? Philosophy is very simple. He said, suppose whenever you see a beggar, what you do? You give some help. You give him money or you give him in terms of kinds. But the beggar becomes beggar as soon as he or she finishes that money. So you really cannot bring about radical changes in him or her. So instead of giving him financial help or help of any kind, give him or her skill so that he can, sell the skill and survive. And you will be surprised to know, I will request all of you to visit Shantiniketan today, and you'll find there are some villages where you'll find only the potters, those who work with, mitti and make, the various kinds of useful items out of mud, out of earth. Then you'll find there are some villages where you'll find only carpenters.
There are some villages where you'll find only weavers. There are some villages where you'll find the blacksmiths. So Tagore, in a way, wanted to create self-reliance, the sense of being self-reliant on the basis of his or her own skill. So see, Tagore did not develop Vishwabharati just as a degree awarding institution like any university in the country. I can vouch for that. But Tagore built university as one which will help develop, help grow the villages or the people around the campus. And even today, the students are compelled to spend 1 week every month during term time in a village. Whether you study physics, whether you study chemistry, whether you study history or geography, it is compulsory so that you get acquainted with village life. You get acquainted with their culture. You get acquainted with how do they express their views. How do they celebrate joy. So Vishwabharati, besides offering formal education, because you offer degrees also, Vishwabharati also creates you as a perfect human being. So Tagore, developed all these ideas from various sources. And that way, Tagore's visit to this particular place was nothing but a substantiation of many of the ideas that he nurtured from his childhood. The another point which is very significant in case of Vishwabharati, that Vishwabharati is also another institution where we have a full-fledged school of agricultural science. And it started in 1928 by Tagore himself. Now Tagore sent his son, the eldest son, to the United States, to the University of Illinois, Urbana-Champaign, to learn what? To learn agriculture. And he came back, and he was recruited to the faculties. And as a faculty member, he developed carpentry, he developed pottery, he developed agriculture, crossbreeding, seed cultivation, everything. Even today, you will see all of them. It's a remarkable kind of experiment which Tagore undertook. Unfortunately, we have not been able to keep as it was then. But still, there is a kind of, trend in favor of those things. At this present, I'm sure the Minister of Agriculture here, probably he will appreciate that this is sort of experiment was made as early as 1928. And I would request the Minister of Agriculture to visit us, to visit Vishwabharati, we can have kind of collaboration between Kerala experiment with Vishwabharati. And between Bengalis and Malayalis, there are a lot of similarities. One of them happens to be that we like fish. So I think, I'm sure emotionally, we are very compatible. Now, from this, what are the ideas which we think we should carry it forward? I was talking to Swamiji this morning, and Swamiji was talking about the philosophical ideas, the philosophical trends of Guru Narayan Swami. And there one thing I find, that whenever there is a question of humanity, many of the thinkers of that period, they probably didn't participate in the nationalist campaign like Gandhi did, like Netaji Subhash Chandra Bose did. But they did something more in the sense that how to carry forward this country, even after independence, because this country is divided around many axes, religion, culture, caste, people from
town, vis-a-vis people from villages. So, we have got many barriers. Politically, we are free. But socio-culturally, are we free? Probably no. Because even today, caste is an important factor, which Ambedkar criticized very strongly in the Constituent Assembly. Tagore criticized very strongly. Those who are interested, please read Chandalika, a dance drama which he wrote in 1938 to question, to castigate caste system very, very, scathingly. So, Narayana Guru also, when he said, one caste, one religion, one God, he also had the same mind. We are human beings. That's our caste. We are human beings. That's our religion. We are human beings. That's what is godly in us. So I think, conceptually, I find lot of similarities between these two great men. So Vishwabharati is just a kind of, a manifestation of Tagore's ideas, which he drew on, having talked to many people who felt like him. Now, so, what is the lesson for today? That's very important. Wherever I go, I said simply worshipping the great man is not enough. Today I am here to celebrate 100 years of Tagore's meeting with Swamiji. But we should also find out how to implement the ideas, how to implement their emotional concerns into reality. Have we done it? We'll have to ask that question. We have to introspect. Instead, in contemporary India, we are divided in terms of religion, we are divided in terms of caste, we are divided in terms of rich and poor. So the division continues to plague us even after the demise of these great men. So we are not true heirs to these great men. We have failed. We have failed. So how do we succeed? What is the inspiration we should draw to carry forward the ideas propagated by great men like Rabindranath Tagore and Swami Narayana Guru? The idea is, and the idea can be implemented when we nurture those values internally. What are those ideas? I'll just share with you. The Urdu poet who talked about it. How do we do it? There are ways, there are means. जब मंदिर में पुजारी को रहीम नजर आएगा, जब मस्जिद में मुल्ला को राम नजर आएगा, तब दुनिया का सूरत बदल जाएगी. जब इंसान में इंसान को इंसान नजर आएगा. What does it mean? It means a pujari, when he sees the God as Rahim, when a mullah sees the deity as Ram, the nature of the world will change when a human being will see another human being in humanity. So humanity is most important. And then the last one, which is also a troublesome today. I am sure Chief Secretary Saab handles it every day in Kerala, also in our part of the country. Ram balo, Allah balo. राम बालो अल्लाह बालो, अपने आप को मजहब से दूर हटाओ. राम बालो अल्लाह, those who are talking about Ram, those who are talking about Allah, they should stay away from their religion. राम बालो अल्लाह बालो, अपने आप मजहब से हटा लो. मंदिर मस्जिद कभी फुर्सत में बना लेना. अभी नफरत से
टूटे हुए घर तो बना लो. You build mandir or masjid at your convenience. But what is most important now is to redevelop the human bond that has been destroyed by our inner sense. That's a fundamental idea which both Tagore and great Guru Narayan Swami developed and articulated. Namaskar, धन्यवाद. വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ മഹാനായ പ്രവാചകൻ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചതിൻ്റെ സ്മരണ വിളിച്ചോതുന്ന ടാഗോർ ഗുരു സന്നിധിയിൽ എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വഭാരതി സർവകലാശാലയുടെ വൈസ് ചാൻസലർ വിദ്യുത് ചക്രവർത്തി സാർ അവറുകളെയും ബഹുമാന്യനായ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ശ്രീ പി ജോയ് അവറുകളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നമ്മളോട് സംസാരിക്കുന്നു. എത്രയും സമാദരണീയനായ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, വേദിയിലുള്ള ആദരണീയരും അഭിവന്ദ്യരുമായ സന്യാസി ശ്രേഷ്ഠന്മാർ, ആദരണീയനായ വൈസ് ചാൻസലറും കൃഷി വകുപ്പ് മന്ത്രിയും മുൻ വൈസ് ചാൻസലറും അടങ്ങുന്ന വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു നൂറ്റാണ്ട് മുമ്പ് സംഭവിച്ച ഒരു മഹത്തായ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് ഇന്ന് ഈ ശതാബ്ദി സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചരിത്രം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്നത് ചില നിമിഷങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാം. നിമിഷങ്ങളിലൂടെ മാത്രമല്ല, മഹാന്മാരായ വ്യക്തികളിലൂടെയുമാണ് ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നത്. പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കൽ ഈ മരുപ്പറമ്പാമുലകത്തിൽ ഈശ്വരൻ ഒരുറ്റ വൃക്ഷത്തെ നടുന്നു, പാന്ധരായി വരുന്നവർക്ക് ഉത്തമ വിശ്രമത്തിനായി എന്നാണ് കവി പാടിയിട്ടുള്ളത്. അപ്പം നൂറ്റാണ്ടിനിടയ്ക്ക് ഒരിക്കൽ മാത്രം വരുന്ന മഹാത്മാക്കളായ വ്യക്തികൾ, അവരെ കൂടിച്ചേരുമ്പോഴുണ്ടാവുന്ന മുഹൂർത്തത്തിന് വലിയ ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യം കൈവരുന്നു. ആ ചെറിയ മുഹൂർത്തത്തിൽ ഉളവാകുന്ന വലിയ ഊർജം സമൂഹത്തെ മുന്നോട്ട് ദീർഘകാലം നയിക്കുന്നതിന് പര്യാപ്തമായി തീരുന്നു എന്നതുകൊണ്ടാണ് അത്തരം മുഹൂർത്തങ്ങൾക്ക് വലിയ വലിയ പ്രാധാന്യം സംഭവിക്കുന്നത്. ഇന്ന് നമ്മുടെ ഭാരതം ഒട്ടുക്കും ഗുരുദേവൻ എന്ന പേരിൽ വിളിക്കുന്ന രണ്ട് മഹാത്മാക്കളേ ഉള്ളൂ. ഒന്ന് നമ്മുടെ കേരളത്തിലെ ശ്രീ നാരായണ ഗുരുദേവനും അതോടൊപ്പം തന്നെ കവിയും മഹാത്മാവുമായിരുന്ന രവീന്ദ്രനാഥ ടാഗോറും. അതാത് രാജ്യങ്ങളിലുള്ളവർ ആണ്. മഹാത്മാഗാന്ധിയാണ് ടാഗോറിനെ ഗുരുദേവ് എന്ന് അഭിസംബോധന ചെയ്യാൻ തുടങ്ങിയത്. ഗുരുദേവൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ ലോകത്തിൽ എല്ലാവരും അഭിസംബോധന ചെയ്യുന്നത് വളരെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിൽ തോന്നിയ ഒരു വികാരത്തിൻ്റെ പ്രകടനമായിരുന്നു. അപ്പോൾ ഈ മഹാത്മാഗാന്ധി ഇവിടെ ആശ്രമത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഐ കൺസിഡർ ഇറ്റ് ആസ് എ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് ഓഫ് മൈ ലൈഫ് ടു ഹാവ് എ ദർശൻ ഓഫ് ശ്രീനാരായണ ഗുരു എന്ന് പറയുകയുണ്ടായി. ടാഗോർ ശിവഗിരിയിൽ വന്നു. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ലോകത്തിൽ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പല മഹാത്മാക്കളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ആത്മീയതയിൽ ശ്രീനാരായണ ഗുരുവിലും ഉപരിയായിട്ടുള്ള ഒരു ജ്യോതിസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശ്രീനാരായണ ഗുരുവിന് തുല്യനായിട്ടുള്ള മറ്റൊരു വ്യക്തിയെയും കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ മഹാത്മാക്കൾ കണ്ട മുഹൂർത്തം 1922 കണ്ട മുഹൂർത്തം, അത് ചരിത്രത്തിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയ മുഹൂർത്തമാണ്. എന്തുകൊണ്ട്? ഇവരെ പല രീതിയിൽ സമാനരായിട്ടുള്ള വ്യക്തിത്വങ്ങളായിരുന്നു നമുക്കെല്ലാം അറിയാം.
രണ്ടുപേരും വലിയ മഹാകവികളായിരുന്നു, രണ്ടുപേരും വലിയ ജ്ഞാനികളായിരുന്നു, രണ്ടുപേരും സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്നു. അങ്ങനെ നിരവധി തലങ്ങളിൽ, നിരവധി മാനങ്ങളിൽ സമൂഹത്തിന് പ്രചോദനമേറിയ മഹത് വ്യക്തിത്വങ്ങളായിരുന്നു. നമുക്കറിയാം, ഈശ്വരനെ അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കുന്ന കവികളെ നമ്മൾ സാധാരണ മിസ്റ്റിക് കവികൾ എന്നാണ് പറയാറുള്ളത്. അങ്ങനെ മിസ്റ്റിസിസം കവിതയിൽ ആവിഷ്കരിച്ച കവികളാണ് ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറും. ഈ മിസ്റ്റിസിസം, അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ ശ്ലോകങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരഭാവം, അദ്ദേഹം കണ്ട ഈശ്വരഭാവം നമുക്ക് കൂടി അനുഭവവേദ്യമാകുന്ന ശ്ലോകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മേലായ മൂലമതിയാലാവൃതം ജനനി നീലാസ്യമാടി വിടുമീ കീലാലവായി വനല കോലാഹലം ഭുവനമാലാപമാത്രമഖിലം കാലാദിയായ മൃദുനൂലാല നെയ്യും ഒരു ലീലാപടം ഭവതിമൈ മേലാകെ മൂടും അതിനാലാരുമുള്ളതറിവീലാകമാന്ത നിലയെ എന്ന് ഈശ്വരനെ ഒരു വാക്കുകളിൽ മൂർത്തവൽക്കരിക്കുവാനായിട്ട് കഴിഞ്ഞ കവിയാണ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ ടാഗോറിനെ സംബന്ധിച്ചാണെങ്കിൽ മനുഷ്യനെ ഈ ഭാരതത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് ഒരു മാനവികതയുടെ സ്വപ്നം കണ്ട മഹാനായ കവിയായിരുന്നു ടാഗോർ. Where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth, where tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert sand of dead habit, where the mind is led forward by thee into ever-widening thought and action, into that heaven of freedom, my father, let my country awake എന്ന് പ്രാർത്ഥിച്ച മഹാകവിയാണ് ടാഗോർ. അപ്പം സ്വർഗീയമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തേക്ക് എൻ്റെ രാജ്യം വളരട്ടെ അല്ലെങ്കിൽ വികസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ആ മഹാകവി, അതുപോലെ തന്നെ അതിനുവേണ്ടി തൻ്റെ ചിന്താപരമായ ഔന്നത്യം കൊണ്ട് രാജ്യത്തിന് നേതൃത്വം നൽകി. ശ്രീനാരായണ ഗുരുദേവൻ നമുക്കറിയാം, ഔപനിഷദികമായ സങ്കല്പങ്ങൾ അത് കൊണ്ട് ഈശ്വരനെ സാക്ഷാത്കരിച്ച്, അത് ജ്ഞാന ഭക്തി കർമ്മ മാർഗങ്ങളിലൂടെയെല്ലാം ഈശ്വരനെ നേരിട്ട് കണ്ട് ആ അറിവിൽ, ആ വെളിച്ചത്തിൽ ഈ സമൂഹത്തിനെ എങ്ങനെ ഈ ദർശനം കാണിച്ചു കൊടുക്കാം, സമൂഹത്തിനെ എങ്ങനെ നമുക്ക് ഉയർന്ന ചിന്തയുള്ളവരാക്കി മാറ്റാം എന്ന രീതിയിൽ ചിന്തിച്ച് സാമൂഹ്യ പരിഷ്കർത്താവായി. ശ്രീനാരായണ ഗുരുദേവൻ ഒരു ധ്യാനത്തിൽ 2 മണിക്കൂർ ഇരുന്ന് പുറത്തു വന്നപ്പോൾ എന്താണ് കണ്ടത് എന്ന് ചോദിച്ചവരോട് അദ്ദേഹം ഒരു ശ്ലോകം പറഞ്ഞതായിട്ടാണ് കേട്ടിട്ടുള്ളത്. ഭൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമ കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവൻ്റെ ദിവ്യോത്സവം എന്ന് അദ്ദേഹം ആ അനുഭവത്തെ പ്രകാശിപ്പിക്കുകയുണ്ടായി. അപ്പം അറിവ് എന്ന് പറയുന്നത്, അറിവും ഈശ്വരനും ഒന്നാണ്, അത് അറിവാണ് ഈശ്വരൻ എന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം എത്തിച്ചേർന്ന വ്യക്തിയാണ്. അറിയപ്പെടും ഇത് വേറൊന്നല്ല അറിവായിടും തിരഞ്ഞിടും നേരം, അറിവിതിലൊന്നായതുകൊണ്ട് അറിവല്ലാതെ എങ്ങുമില്ല മറ്റൊന്നും എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഈ അറിവ്, ജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരനാണ്. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തും ഉല്ലസിക്കും കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി യോതിരയണം എന്ന് പറഞ്ഞിട്ടാണ് ആത്മോപദേശതകം സമാരംഭിക്കുന്നത്. അപ്പോൾ അറിവ്, അതുപോലെ തന്നെ ധർമ്മം, അതും ധർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. ധർമ്മയേവ പരം ദൈവം ധർമ്മയേവ മഹാധനം ധർമ്മ സർവത്ര വിജയീ ഭവതു ശ്രേയസേ പ്രണാം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കവിത. അപ്പോൾ അറിവ്, ധർമ്മം, ജ്ഞാനം, ഈ ജ്ഞാനം അറിയപ്പെടുന്നതും ജ്ഞാനം, ജ്ഞാതാവ്, ജ്ഞേയം, ഇങ്ങനെ ത്രിപുടിയെല്ലാം മുടിയുന്ന അനുഭവത്തിൽ ചേർന്ന മഹാവ്യക്തി. ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുവീലെന്നുപനിഷദുക്തി രഹസ്യമോർത്തിടയണം. അപ്പോൾ കപടയതിക്ക് കിട്ടാത്ത ആ മഹാനുഭവമാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്വായത്തമാക്കിയത്. അപ്പോൾ അങ്ങനെ അറിവിലൂടെ, ഭക്തിയിലൂടെ ഈശ്വരനെ സ്വായത്തമാക്കിയ വ്യക്തിത്വം. അങ്ങനെയുള്ള 2 മഹാത്മാക്കൾ ചേരുമ്പോഴുണ്ടാകുന്ന ഈ അരണി കടയുമ്പോൾ അഗ്നി ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ മഹത് വ്യക്തിത്വങ്ങൾ, മനസ്സുകൾ ഒന്നിക്കുമ്പോൾ അതിൽ നിന്ന് അഗ്നി സമാനമായ ഊർജം
ജ്ഞാനത്തിൻ്റേതായ ഊർജം പുറപ്പെടുകയും ആ ഊർജം ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഊർജത്തിന് വേദിയായ പാവന ക്ഷേത്രമാണ് ഈ സ്ഥലത്ത് നമ്മളിന്ന് ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. ആ ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു നിമിഷമാണെങ്കിലും ആ നിമിഷം മരിക്കാതെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞും ഇന്നും ജീവിക്കുന്നു എന്നത് അതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഈ രണ്ട് വ്യക്തികളും ഇങ്ങനെ വിവിധ രംഗങ്ങളിൽ അവരുടേതായ ജ്ഞാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഭക്തിയുടെയോ ചിന്തയുടെയോ മനസ്സിൻ്റെയോ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച വ്യക്തികളാണ്. നമുക്കറിയാം, ടാഗോറാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്താണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം വിശ്വഭാരതി സർവകലാശാല ഉണ്ടാക്കി. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിറ്ററേച്ചറിൽ അദ്ദേഹം നോബൽ പ്രൈസ് നേടിയ വ്യക്തിയാണ്. വിശ്വഭാരതി സർവകലാശാലയും ശാന്തിനികേതനം പോലുള്ള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു. വിദ്യാഭ്യാസത്തിനൊരു പുതിയ ദിശാബോധം നൽകി. സാമൂഹ്യ പരിഷ്കരണത്തിന് അദ്ദേഹത്തിൻ്റെ ചിന്ത കൊണ്ട് നേതൃത്വം നൽകി. അങ്ങനെ അദ്ദേഹം വലിയ ചലനങ്ങളുണ്ടാക്കി ഇന്ത്യൻ സമൂഹത്തിൽ. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ഈ അന്നത്തെ മനുഷ്യ മനസ്സിലെ സ്വാമി വിവേകാനന്ദൻ അതിന് 30 കൊല്ലം മുമ്പ് ഇവിടെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഈ സംസ്ഥാനത്ത് മനുഷ്യൻ്റെ മനസ്സിൽ മാറാല കെട്ടിക്കൂടിയ ഈ തെറ്റായ ചിന്തകൾ, വിചാരങ്ങൾ അതിനെ മാറ്റിയെടുത്തുകൊണ്ട് അത് വിശുദ്ധീകരിക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങളിൽ വ്യാപൃതനായി. അപ്പോൾ അതിനനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ, അതിപ്പോൾ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയാണെങ്കിലും അല്ലെങ്കിൽ ചേർത്തലയിലെ കണ്ണാടി പ്രതിഷ്ഠയാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണെങ്കിലും ഗുരുദേവൻ ചെയ്യുന്ന ഓരോ കർമ്മവും ഓരോ വാക്കും അത് സമൂഹത്തിൽ വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ അദ്ദേഹം ലോകത്തിൽ മനുഷ്യരെ മാനവികതയുടെ ഏറ്റവും വലിയ സങ്കല്പം പഠിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. എന്തൊരു മഹത്തായ ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അതുപോലെ തന്നെയാണ് പല മതസാരവും ഏകമെന്നു പാരാതുലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവത് കണ്ടലയാതമർന്നിടേണം എന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചത്. ഈ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ അതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നത് ഗുരുദേവൻ്റെ സന്ദേശം മനുഷ്യരിപ്പോഴും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ താൻ സന്നദ്ധരായിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവാണ്. പൊരുതു ജയിപ്പതസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുവീല പരമതവാദി ഇതോർത്തിടാതെ പാടെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം എന്ന് അദ്ദേഹം ഉത്ബോധിപ്പിച്ചതാണ്. അതുതന്നെയാണ് കവി രമേശൻ നായർ ഗുരുപൂർണിമ എന്ന ഗ്രന്ഥത്തിൽ വിവിധം ദൈവസങ്കല്പം വിഭിന്നം ഭാവനാത്മകം വിചിത്രം ചിത്രരൂപം നിൻ വിരലിൽ പുഷ്പവിസ്മയം യുദ്ധമല്ല മതം കൈത്തോക്കല്ല വാളല്ല ഭൂമിയിൽ സ്വസ്ഥമാകും ജീവിതത്തിന് അച്ചടക്കം പഠിക്കലാം എന്ന ഗുരുദേവ ഉപദേശമായിട്ട് സന്നിവേശിപ്പിച്ചത്. അത്തരം മഹത്തായ ചിന്തകൾ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഇതൊക്കെ നമ്മുടെ ആർഷഭാരതത്തിലെ ഉപനിഷത്ത് ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വസുദൈവ കുടുംബകമെന്നും അതുപോലെ തന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നും പഠിപ്പിച്ച ഒരു പാരമ്പര്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ ചിന്തകളെ മനുഷ്യ മനസ്സിലേക്ക് കൂടുതൽ ലളിതമായിട്ട് പകർന്ന് നൽകുന്ന രീതിയിൽ, ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ ഗുരുദേവൻ പകർന്നു നൽകുകയുണ്ടായി. ദൈവദശകം എന്ന് പറയുന്ന ചെറിയ വളരെ ലളിതമായ ഒരു കാവ്യത്തിൽ ഈശ്വരനെ അദ്ദേഹം സാധാരണ മനുഷ്യർക്ക് അനുഭവവേദ്യമാക്കി മാറ്റി. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരാവി വൻതോണി നിൻ പദം എന്ന് പറയുമ്പോൾ ദൈവത്തിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഭക്തിപൂർണമായ സങ്കല്പങ്ങൾ, അത് അറിവിൻ്റെ പരമ പദവിയിൽ എത്തിച്ചേർന്നൊരു വ്യക്തിയാണ് ഇത്രയും ലളിതമായ രീതിയിൽ ദൈവത്തിനെ മനുഷ്യർക്കിടയിൽ അവതരിപ്പിച്ചത്. ലളിതമായ കർമ്മങ്ങൾ കൊണ്ട് വളരെ ഗഹനമായ വിഷയങ്ങൾ സ്വായത്തമാക്കിയ വ്യക്തിത്വമായിരുന്നെങ്കിൽ കൂടി ലളിതമായ വാക്കുകളിൽ, ലളിതമായ കർമ്മങ്ങളിൽ, ലളിതമായ ചിന്തകളിൽ അദ്ദേഹം അത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകി എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പം അങ്ങനെ ഈ ലോകത്തിന് ദിശാബോധം നൽകുന്ന പ്രവർത്തനങ്ങൾ, അത് കവിതയിലായാലും സാമൂഹ്യ പരിഷ്കരണത്തിലായാലും മറ്റേത് മേഖലയിലായാലും അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം അദ്ദേഹം അത് സ്വായത്തമാക്കി. അദ്ദേഹത്തിൻ്റെ ഈ ശതാബ്ദി മുഹൂർത്തത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ നമ്മുടെ സ്വാമിജിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ
സ്വാമിജി പറയുണ്ടായി, നവരത്നമഞ്ജരി എന്ന് പറഞ്ഞ് ഞാൻ ഗുരുദേവനെക്കുറിച്ചൊരു 9 ശ്ലോകം എഴുതിയിട്ടുണ്ട്, അത് സ്വാമിജി വായിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അതിൻ്റെ ആദ്യത്തെ ശ്ലോകം മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഈ മുഹൂർത്തത്തിൽ ഞാൻ ഗുരുദേവന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിരമിക്കുകയാണ്. സത്യത്തിൻ പ്രഭ ഈ ജഗത്തിൽ അഖിലം വർഷിച്ച് പുണ്യം പെറും ദൗത്യം കൊണ്ടു സമുദ്ധരിച്ച് അവശരാം നാനാജനശ്രേണിയെ മർത്യർക്കേകമതത്തെ ഈശ്വരനെയും ഘോഷിച്ച നാരായണൻ നിത്യശ്രീയുത വന്ദിനാം ഗുരുവിനേകുന്നേൻ പ്രണാമാഞ്ജലി. ഒന്നുകൂടെ ചൊല്ലാം. സത്യത്തിൻ പ്രഭ ഈ ജഗത്തിൽ അഖിലം വർഷിച്ചു പുണ്യം പെറും ദൗത്യം കൊണ്ടു സമുദ്ധരിച്ച് അവശരാം നാനാജനശ്രേണിയെ മർത്യർക്കേകമതത്തെ ഈശ്വരനെയും ഘോഷിച്ച നാരായണൻ നിത്യശ്രീയുത വന്ദ്യനാം ഗുരുവിനേകുന്നേൻ പ്രണാമാഞ്ജലി. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒരു അടിയന്തര യോഗത്തിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അഭിനന്ദനായ അധ്യക്ഷൻ്റെ അനുവാദത്തോടെ ഇവിടെ നിന്ന് പോകുന്ന വിവരം അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥിയായ വൈസ് ചാൻസലർ, വിശ്വഭാരതി വൈസ് ചാൻസലറുടെ ശ്രീ ചക്രവർത്തിക്ക് ഉപഹാര സമർപ്പണമാണ്. ആ ഉപഹാരം നൽകുന്നത് ഈ കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ ബാബുറാം. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. Madam, please. നമ്മുടെ വിശിഷ്ട അതിഥിയുടെ ധർമ്മ പത്നി സഞ്ജിത ചക്രവർത്തിക്ക് ഒരു ഉപഹാരം സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് കൂടിയായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത വിശ്വഭാരതി കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആദരണീയനായ ശ്രീ വിദ്യുത് ചക്രവർത്തി, മുഖ്യപ്രഭാഷണം നടത്തിയ പ്രിയങ്കരനായ ചീഫ് സെക്രട്ടറി ശ്രീ വി പി ജോയി, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീമദ് ഋതംബരാനന്ദ സ്വാമികൾ, കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ആദരണീയനായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാറ്, മുനിസിപ്പൽ ചെയർമാൻ പ്രിയങ്കരനായ ശ്രീ കെ എം ലാജി, ശ്രീ പി എസ് ബാബുറാം, ശ്രീ ശാരദാനന്ദ സ്വാമികൾ, ആദരണീയനായ ശ്രീ തോട്ടൻ രാജശേഖരൻ ഉൾപ്പെടെ ഈ സദസ്സിലുള്ള ഏറെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഗാന്ധി തന്നെ വിശേഷിപ്പിച്ചത് ടാഗോറിനെ മനുഷ്യസ്നേഹിയായ തീഷ്ണ ദേശീയവാദി എന്നായിരുന്നു. മഹാനായ ടാഗോർ മഹാനായ ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ ഈ മണ്ണിലേക്ക് എത്തി. സച്ചിദാനന്ദ സ്വാമികൾ
അധ്യക്ഷ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ചരിത്രം വഴികളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഒരുമ്പെടുന്നില്ല. വിശ്വഭാരതി സർവകലാശാലയുടെ ധനശേഖരണാർത്ഥം തിരുവിതാംകൂറിലെത്തിയ അദ്ദേഹം ഇവിടേക്ക് എത്തിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി, ഒരു കർമ്മമായി അത് മാറി. രണ്ട് മഹാസമുദ്രങ്ങൾ ചേരുന്ന ഒരു സാഗര സംഗമമായി വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെയും സമാഗമം എന്ന് നമ്മളെല്ലാവരെയും എല്ലാ കാലവും പ്രചോദിപ്പിക്കുന്ന ഒന്നായി അത് നിലകൊള്ളുന്നു. രണ്ട് മഹാസാഗരങ്ങളുടെ സംഗമമാണ് 1922 നവംബർ മാസം 15 ഈ ശിവഗിരി കുന്നിൽ നടന്നത്. ഉൾപ്പുളകത്തോടുകൂടി അല്ലാതെ ഓർക്കാനും പറയാനും കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമാഗമം. എത്രയോ പേർ അതേപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് ടാഗോറിൻ്റെ കീർത്തി ലോകമാസകലം പരന്നു നിന്നിരുന്നൊരു കാലം എന്ന് ജീവിത സമരത്തിൽ സി കേശവൻ രേഖപ്പെടുത്തുന്നുണ്ട്. മയ്യനാട്ടിൽ നിന്ന് കൂട്ടുകാരോടൊപ്പം തിരുവനന്തപുരത്തേക്ക് വന്ന് ടാഗോറിനെ കാണാൻ വരുന്ന കാര്യവുമെല്ലാം അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഗുരുദേവ സന്നിധിയിൽ ടാഗോർ എത്തിയതിനെക്കുറിച്ച് സച്ചിദാനന്ദ സ്വാമികളുടെ മനോഹരമായൊരു ചെറു പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ദിവസത്തിൻ്റെയോ ആ ദിനങ്ങളുടെയോ പ്രാധാന്യമെല്ലാം പറയാൻ ഞാൻ ഒരുമ്പെടുകയല്ല. ടാഗോറിനെ കാണാൻ എത്തുന്ന യൗവനത്തിൻ്റെ ഒരു ചെറുപ്പക്കാരുടെ ടാഗോറിനോടുള്ള താല്പര്യത്തെക്കുറിച്ചെല്ലാം സി കേശവൻ അതിനകത്ത് വിവരിക്കുന്നു. ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി മലയാളത്തിലും തമിഴിലും കവിതകൾ തയ്യാറാക്കി ആലപിക്കുന്നതിനെക്കുറിച്ച് അറിയുന്നിടത്ത് ലക്ഷ്മണൻപിള്ള തമിഴിലും മള്ളൂരും ഉള്ളൂരും മലയാളത്തിലും എഴുതുന്ന സ്വാഗതഗാനങ്ങൾ ആലപിക്കുന്നെന്നറിയുമ്പോൾ കുമാരനാശാൻ തഴയപ്പെട്ടതിൻ്റെ വിഷമവും പ്രയാസവും ദേഷ്യവുമെല്ലാം തിരുവനന്തപുരത്തെ ചെറുപ്പക്കാർക്ക് ഉണ്ടായതിനെക്കുറിച്ചും രേഖപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് ജാതി ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമായി നിഴലിച്ചു നിൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ആശാൻ തഴയപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്ന സി കേശവനും സംഘവും മള്ളൂരിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കവിത ഉൾപ്പെടുത്തുന്നതിന്, അദ്ദേഹത്തിൻ്റെ ഗാനം ഉൾപ്പെടുത്തുന്നതിന് വലിയ സന്തോഷത്തോടെ അറിയിക്കുമ്പോൾ നേരെ ചെന്ന് ആശാനെ കണ്ട് ടാഗോറിന് വേണ്ടിയുള്ള, ടാഗോറിനെ സ്വാഗതം ആശംസിക്കുന്ന തരത്തിലുള്ളൊരു ഗാനത്തിൻ്റെ രചനയ്ക്ക് വേണ്ടി നിർബന്ധിക്കുന്നതാണ് ദിവ്യഗോകുലം അല്ലെങ്കിൽ ടാഗോർ മംഗളം എന്ന പേരിൽ ആശാൻ എഴുതി കൊടുക്കുകയും സി കേശവൻ്റെ അതിമനോഹരമായ ശബ്ദമാധുരിയിൽ നവംബർ മാസം 9 തിരുവനന്തപുരത്ത് ആലപിക്കുകയും ചെയ്യുന്നത്. അവ്യേനാം ഈശൻ്റെ ഒരാത്മരത്നം തന്നിൽ അവ്യാജ കുതൂഹലം പാടി സഞ്ചരിക്കുന്ന ദിവ്യഗോകുലമേ നിൻ പൊൻകണ്ട നാളം തൂകും ഭവ്യകാകളി പരിപാടികൾ ജയിക്കുന്നു എന്ന് കൃത്യതയോടുകൂടി എന്നവണ്ണം പറയുക മാത്രമല്ല, ടാഗോറിനെ അവതരിപ്പിക്കുമ്പോൾ ഏതു ദിക്കെന്നാകിലും ഏതു ബീജമാകിലും ഏതു വർണ്ണമായാലും മൈത്രിയാൽ പുഷ്പങ്ങളെ ഭേദമെന്നിയെ തലോടുന്നു പൊൻകരമേലും ജ്യോതിസേ ജയിക്ക നിൻ്റെ ഗാനം എന്ന് ആശാൻ അവതരിപ്പിക്കുമ്പോൾ ടാഗോറിനെ എത്ര കൃത്യതയോടുകൂടി എന്ന വണ്ണമാണ് ആശാൻ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അവിടെ നിലയ്ക്കാത്ത കരഘോഷമുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് സി കേശവൻ രേഖപ്പെടുത്തുന്നുണ്ട്. ആശാൻ്റെയും എൻ്റെയും വിജയദിനം എന്നുകൂടിയാണ് അദ്ദേഹം കൊടുക്കുന്ന ഏറ്റവും അവസാനം ആ അധ്യായത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. തുഞ്ചലാളിതമായ കൈരളിതൻ പേരിലും വഞ്ചിഭൂവിൻ പേരിലും മംഗളം ഉരയ്ക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും വലിയ കരഘോഷം ഉയർന്നു പൊന്തുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷമാണ് 15 ഈ ശിവഗിരി കുന്നിലേക്ക് അദ്ദേഹം എത്തുന്നത്, ടാഗോർ എത്തുന്നത്. ഇവിടെ നേരത്തെ ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ട് പോയതുപോലെ എവിടെയാണോ ദൈവം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഇടത്ത് ആ ദൈവം ഗീതാഞ്ജലിയിൽ കൃത്യമായ എന്നവണ്ണം ടാഗോർ രേഖപ്പെടുത്തിയിരുന്നല്ലോ. അല്ലയോ ആരാധക, ഓ യു വർഷിപ്പർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. നിങ്ങൾ ദൈവത്തെ നോക്കാൻ വേണ്ടി എങ്ങും വേറെ നിൽക്കേണ്ടതില്ല എന്നും, ദൈവത്തെ കാണാൻ നിങ്ങൾ നോക്കുക, പാറ പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലേ, ആ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് നോക്കുക, അവിടെയാണ് ദൈവം ഇരിക്കുന്നത് എന്ന് പറഞ്ഞ ടാഗോർ. എവിടെ മനസ്സ് നിർഭയമായിരിക്കുന്നു, ഞാൻ ആ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നില്ല, അത് അതേപോലെ അപ്പാടെ തന്നെ ഇംഗ്ലീഷിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടാണ് ശ്രീ VP ജോയി ഇവിടുന്ന് പോയത്. മനസ്സ് നിർഭയമായിരിക്കുന്ന അത്തരം ഒരു രംഗത്തേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആ വികാസത്തിലേക്ക് എൻ്റെ ദൈവമേ, എൻ്റെ പിതാവേ,
എൻ്റെ നാടിനെ ഉയർത്തണമേ എന്ന് പറഞ്ഞ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഈ മണ്ണിലേക്ക് എത്തുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അത് ഇവിടുത്തെ സന്ദർശക ഡയറിയിൽ കുറിച്ചതിനെക്കുറിച്ചും ഇവിടെ രേഖപ്പെടുത്തി. ഞാൻ എത്രയോ ഇടങ്ങളിൽ പോയതാണ്, പക്ഷേ ഇതേപോലെ ഒരാളിനെ കണ്ടിട്ടില്ല, ഇതേപോലെ ഒരാളിനെ കാണുകയുമില്ല എന്ന് രവീന്ദ്രനാഥ ടാഗോർ കുറിച്ചു വെച്ചത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ്. ആരായുകിൽ അന്ധത്വം ഒഴിച്ച അതിമകസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് ആരാധന തോർക്കീടുകൾ ഞങ്ങൾക്കവിടുന്ന നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി എന്ന് ടാഗോർ ഇത് എഴുതുന്നതിന് എത്രയോ മുമ്പ് തന്നെ ആശാൻ രേഖപ്പെടുത്തി വച്ചിരുന്നു. ഞങ്ങൾക്ക് വേറെ ഒരാളെ പോലും ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എത്രയോ മഹർഷിമാരെ, എത്രയോ സന്യാസി വര്യന്മാരെ ഈ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഇദ്ദേഹത്തെ പോലെ ഒരാളിനെ കണ്ടിട്ടേയില്ല എന്ന്, കാണുകയുമില്ല എന്ന് പറയുമ്പോഴാണ് അന്യർക്ക് ഗുണം ചെയ്വതിനായുസുവപസും ധന്യത്വമോടങ്ങനാത്മതപസ്സും ബലി ചെയ്യൂ സന്യാസികൾ ഇങ്ങനെ ഇല്ലില്ലമിയെന്നോർ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തി എന്ന് ആശാൻ എഴുതുന്നതിൻ്റെ അർത്ഥം നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാവുന്നത് അപ്പോഴാണ്. ഇങ്ങനെ വേറെ ഒരു സന്യാസികളും ഇല്ലെന്നും വന്യാശ്രമമേലുന്നവർ പോലും ഇല്ല എന്നും ആശാൻ എഴുതുമ്പോൾ ആശാൻ്റെ എന്തോ ഒരു പക്ഷപാതിത്വം മാത്രമായിരുന്നില്ല അവിടെ തെളിഞ്ഞു കണ്ടത്. വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന് തന്നെ അതുതന്നെയാണ് എഴുതി വെക്കേണ്ടി വന്നത് ഇവിടെ വന്നിട്ട്. അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന CF ആൻഡ്രൂസ് ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടുവെന്നാണ് പറഞ്ഞത്. ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങൾ പാറ പൊട്ടിക്കുന്നവൻ്റെ അടുത്തേക്ക് പോകൂ എന്ന് ആരാധകരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സെക്രട്ടറി CF ആൻഡ്രൂസ് പറയുകയാണ്, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു, നിങ്ങൾക്ക് വേറെ എങ്ങും കാണാൻ കഴിയുകയില്ലെന്നും അധ്വാനിക്കുന്നവൻ്റെ അടുത്താണ് എന്നും അവിടങ്ങളിലേക്കാണ് നോക്കേണ്ടതെന്നും പറയുന്നിടത്ത് നിന്നിട്ടാണ് CF ആൻഡ്രൂസിന് ഇവിടുത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി അങ്ങനെ വെക്കേണ്ടി വന്നതെല്ലാം. ദീർഘമായ സംഭാഷണങ്ങൾ ഇവിടെ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞാൽ ആവർത്തിക്കുന്നില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് എന്തു ഭക്ഷണം കൊടുക്കണം എന്നതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി എന്നാണ് ചില ചരിത്രരേഖകൾക്കകത്ത് കാണുന്നതെല്ലാം. ഡോക്ടർ പൽപ്പു അദ്ദേഹത്തിന് സസ്യാഹാരമാണെങ്കിലും കത്തിയും മുള്ളുമെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം നൽകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ കുമാരനാശാൻ അല്ല, നാടൻ ഭക്ഷണങ്ങളും മധുര പരിഹാരങ്ങളും എന്നെല്ലാം പറയുന്നിടത്ത് നിന്നിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അതൊന്നുമല്ലാത്ത തരത്തിലേക്ക് തെങ്ങിൻ്റെ പൂക്കുലയും അതിൻ്റെ പൊങ്ങും അണ്ടിപ്പരിപ്പും ഇളം കരിക്കും എല്ലാം കൂടി കൊടുക്കുന്നത്. അതിനെക്കുറിച്ചും ടാഗോർ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സച്ചിദാനന്ദ സ്വാമികൾ ആ പുസ്തകത്തിനകത്തും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അതും കാണുകയുണ്ടായി. രേഖപ്പെടുത്തി ഇതേപോലെ ഒരു ലഘുഭക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കഴിച്ചിട്ടേ ഇല്ല എന്ന് ടാഗോറിനെ കൊണ്ട് എഴുതിക്കുന്നതിൽ പറയിക്കുന്നതിലും എത്തിയെന്ന കാര്യം ആലോചിച്ച് നോക്കുക. നമ്മുടെ നാടിൻ്റെ മണ്ണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. അതെല്ലാം ഞാൻ വീണ്ടും അതിലേക്കെല്ലാം കടന്നു പോവുകയല്ല. എങ്കിലും ജാതീയതയുടെ പേരിൽ മതത്തിൻ്റെ പേരിലെല്ലാം നടക്കുന്ന വിഭജനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വല്ലാതെ പ്രതിസന്ധികൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയെല്ലാം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മാനവികതയെക്കുറിച്ചാണ് ഇരുവരും പറഞ്ഞതെല്ലാം. ഇവിടുന്ന് നേരെ പോകുന്ന ടാഗോർ ആലപ്പുഴയിലെ സനാതന ധർമ്മ സ്കൂളിൻ്റെ അവിടെ പ്രത്യേകമായി തയ്യാറാക്കുന്ന വേദിയിൽ പ്രസംഗിക്കുന്നത് ഏറ്റവും വിഖ്യാതമായ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ ചേർത്തും കോർത്തും വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ആലപ്പുഴയിൽ ഓരോ ജനസമുദായത്തിനും ഓരോ കണക്ക് ഈശ്വരൻ്റെ അധ്യാപകനെ പോലെ ഓരോ കണക്ക് കൊടുക്കാറുണ്ട്. ഈശ്വരനൊരു കണക്ക് സാറിനെ പോലെയാണ്. ആ കണക്ക് സാറ് കണക്ക് കൊടുക്കുന്നത് പോലെയാണ് ഓരോ രാജ്യത്തെയും ജനങ്ങൾക്ക് ഈശ്വരൻ ഓരോ കണക്ക് കൊടുക്കുന്നത്. ഭാരതത്തിന് നൽകിയിരിക്കുന്ന കണക്ക് അത്യന്തം സങ്കീർണമായ കണക്കാണ്. ലോകത്തിലുണ്ടാകുന്ന സകല വൈഷമ്യങ്ങളും ഇവിടെ സമാഹരിച്ചിട്ടുണ്ട്. ഭിന്നവർഗങ്ങൾ, ഭിന്നജാതികൾ, ഭിന്ന മതങ്ങൾ, ഉന്നതർ, അധസ്ഥിതർ, ധനികർ, ദരിദ്രർ, ഗണിതശാസ്ത്രത്തിലെ സകല വിഷമക്രിയകളും ആവശ്യപ്പെടുന്ന ഒരു കഠിന പ്രശ്നമാണ് ഇന്ത്യയുടേത്, അവളുടേത് എന്നാണ് ടാഗോർ അവിടെ പ്രസംഗിച്ചത്. ഈ കണക്കിന് ശരിയായ ഉത്തരം കണ്ടെത്താൻ, ഈ വിഷമപ്രശ്നങ്ങൾക്ക്, ഈ വിഷമക്കണക്കുകൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്താൻ അധ്യാപകൻ അവളെ തന്നെ, ഈ ഇന്ത്യയെ തന്നെ ഏൽപ്പിച്ചതിൻ്റെ കാരണം അവൾക്കേ അതിന് കഴിയുകയുള്ളൂ. ചരിത്രാതിലംഘിയായ വിശിഷ്ട സംസ്കാരമുള്ള പാശ്ചാത്യരെ നോക്കൂ. അവർക്ക് കിട്ടിയ കണക്ക് വളരെ ലഘുവായ കണക്കാണ്. ഒരേ മതം, ഒരേ ആചാരം, ഒരേ സാമുദായിക രൂപം, ഏകരൂപമായ ആചാരം, ഏതാനും സംഖ്യകൾ സങ്കലനം ചെയ്യൽ മാത്രമാണ് അവർക്ക് ദൈവം കൊടുത്ത കണക്ക്. പക്ഷേ അതുപോലും സങ്കലനം ചെയ്യുന്നതിൽ അവർക്ക് തെറ്റിപ്പോയി. അധ്യാപകനൊരു ചുവന്ന പെൻസിൽ കൊണ്ട് ആ പേപ്പറിൻ്റെ ഉത്തരക്കടലാസിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീട്ടി വരയ്ക്കുകയായിരുന്നു എന്നാണ് ടാഗോർ അതേപ്പറ്റിയെല്ലാം രേഖപ്പെടുത്തിയത്, അവിടെ പ്രസംഗിച്ചത്.
യൂറോപ്പിലുണ്ടാകുന്ന ചോരപ്പുഴകളെക്കുറിച്ചായിരുന്നു അതിനെക്കുറിച്ച് അവിടെ ആ വിശദീകരണത്തിലൂടെ ടാഗോർ രേഖപ്പെടുത്തുന്നത്. ഭിന്ന മതങ്ങളും ഭിന്ന ആചാരങ്ങളും ഭിന്ന ജാതികളുമെല്ലാം ഉള്ളിടത്തും കുഴയ്ക്കുന്ന ഒരു പ്രശ്നമാണ്, കുഴയ്ക്കുന്ന ഒരു കണക്കിൻ്റെ പ്രശ്നമായിട്ട് എല്ലാ കാലവും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത, ഒരിക്കലും ഉത്തരങ്ങളിലേക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു വലിയ പ്രശ്നമായിട്ട് ഇന്ത്യയിൽ ആ കണക്കങ്ങനെ നിൽക്കുമെന്നല്ല ടാഗോർ അവതരിപ്പിക്കുന്നത്. ഇവൾക്കേ കഴിയുകയുള്ളൂ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ എന്ന് പറയുന്നിടത്ത് ഇത്രയെല്ലാമുള്ള വൈജാത്യങ്ങളുള്ള ഒരു നാടിൻ്റെ മണ്ണിൽ അതിനെല്ലാം ചേർത്ത് വെക്കുന്ന മഹത്തായൊരു മാനവികതയുടെ രീതിയിലൂടെ നമുക്ക് എളുപ്പത്തിൽ അതിനെ പരിഹരിക്കാൻ കഴിയും എന്ന് ഈ നാട്ടിൽ കാണിച്ചു തന്നത് വിശ്വമാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ മനുഷ്യൻ ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ എല്ലാ കണക്കിൻ്റെയും എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുമെന്ന് ഉയർത്തി കാണിച്ചത് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. ഏത് സങ്കീർണമായ കണക്കുകളായിക്കോട്ടെ, അത് ഭിന്ന മതങ്ങളുടെയും ഭിന്ന ആചാരങ്ങളുടെയും പേരിലുള്ളതായിക്കോട്ടെ, ജാതികളുടെ പേരിലുള്ളതായിക്കോട്ടെ, എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്നത് മനുഷ്യനാണെന്നും മാനവികതയാണെന്നും അതുകൊണ്ട് ഏത് സങ്കീർണമായ പ്രശ്നത്തിൻ്റെയും പരിഹാരത്തിനും ഇതാ ഇവിടെ ഒരു വഴിയുണ്ട് എന്നും അതൊരു എളുപ്പ വഴിയെന്നോ കുറുക്കു വഴിയെന്നോ കണക്കാക്കാവുന്നതല്ല എന്നും ഇതാണ് യഥാർത്ഥമായ വഴിയെന്നും നാടിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഏറ്റവും കൃത്യതയോടുകൂടി എന്നവണ്ണം അത് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഇത്തരം കണക്കുകൾ പരിഹരിക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലാണ്. പക്ഷേ ആ പരിഹാരത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് എങ്ങോട്ടേക്കാണ് നമ്മുടെ നാടിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. വല്ലാത്ത ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടേയിരിക്കുന്നത്? അതരങ്ങൾ കൊണ്ട് പൂജിക്കുകയും ഹൃദയം അകന്നു നിൽക്കുകയും ചെയ്യുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. എല്ലായിടങ്ങളിലും വന്ന് വലിയ വലിയ വർത്തമാനങ്ങൾ പറയുക എന്നതിലേക്ക് മാത്രം ഒതുങ്ങുകയും യാഥാർത്ഥ്യങ്ങളിലേക്ക് മുഖം തിരിക്കാതിരിക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ ഈ പല പരിഭവങ്ങളും പരിദേവനങ്ങളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാടിൽ നിന്ന് വന്നു ഭവിച്ചിരിക്കുന്ന ഈ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് ഈ ഗുരുചിന്തകളല്ലാതെ ഏത് ഔഷധത്തെയാണ് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയുക? അത് കൃത്യമാം വണ്ണം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മരുന്നുശാലകളിൽ മരുന്നിരിക്കുന്നത് പോലെ എല്ലാം ഒരിടത്ത് ഇരിക്കുന്നുണ്ട്, പക്ഷേ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാ മരുന്നുകളും ഉണ്ടെന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നതെല്ലാം. പക്ഷേ അത് പ്രയോഗിക്കുന്ന കാര്യത്തിനകത്ത് വല്ലാത്ത ഒരു മടി കാണിക്കുന്നത് പോലെയാണ്. അതിൻ്റെ ദുരിതങ്ങളുമെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെല്ലാം. ഇവിടെ ആദരണീയനായ ശ്രീ വിദ്യുത് ചക്രവർത്തി ടാഗോർ വിശ്വഭാരതി സർവകലാശാലയുടെ അടുത്ത് 1928 തന്നെ അദ്ദേഹത്തിൻ്റെ മകനെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു പഠിപ്പിച്ചിട്ട് കാർഷിക പ്രവർത്തനത്തിനായി കൃഷി പഠിപ്പിക്കുന്നതിൻ്റെ ഒരു രീതിയെല്ലാം തുടങ്ങി വെച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ട്. ഇന്നും മനോഹരമായി അത് നടന്നു പോകുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവരെ വിശ്വഭാരതിയിലേക്ക് അയച്ച് അക്കാര്യത്തിൽ നമുക്കൊരു പരസ്പര ധാരണയോടെ അല്ലെങ്കിൽ ഒരു ബന്ധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയുണ്ടായി. ഞാൻ ഹൃദയം നിറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായത്തെ സ്വീകരിക്കുന്നു എന്ന് പറയട്ടെ. നമുക്ക് എടുക്കാൻ കഴിയുന്നതിനെ എടുക്കുകയും കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വിശ്വഭാരതിയിലേക്ക് പോകാൻ അതിയായ ആഗ്രഹം എനിക്കുമുണ്ട്. തീർച്ചയായിട്ടും ഈ നാട്ടിൽ നിന്ന് കർഷകരടക്കം കൃഷിശാസ്ത്രജ്ഞരടക്കം ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു സംഘത്തെ വിശ്വഭാരതിയിലേക്കും അയക്കുന്നതാണെന്നും 2 സർവകലാശാലകൾ തമ്മിലുള്ള ഒരു യോജിപ്പിലൂടെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് വലിയ മെച്ചമുണ്ടാകുന്നതിന് ഉപകരിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവുമാണുള്ളത്. ഗുരുദേവൻ ശിവഗിരിയിൽ താമസം ആരംഭിക്കുന്ന കാലത്ത് ആദ്യം ഇവിടെ ഓലക്കുടിൽ കെട്ടി താമസിക്കുന്ന കാലത്ത് ആദ്യം ചെയ്തത് ഇവിടെ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കുകയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സമയത്തേക്കാണ് നമ്മൾ എത്തുന്നതല്ല. ശിവഗിരി തീർത്ഥാടനത്തിന് ആദ്യമായി ദിവാകര പണിക്കരും സംഘവും ഇവിടേക്ക് വരുമ്പോൾ തിരുവിതാംകൂറിൽ അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആലുവയിലെ തിരുവിതാംകൂർ അല്ലെങ്കിൽ അന്നത്തെ ഇവിടുത്തെ രാജഭരണത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു കൃഷി പാഠശാലയുണ്ടായിരുന്നു. ആ കൃഷി പാഠശാലയിൽ പഠിച്ച് അന്നത്തെ ഭരണകൂടത്തിൽ നിന്ന് കിട്ടിയ 10 ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ദിവാകര പണിക്കരാണ്, മൂലൂരിൻ്റെ മകനാണ്, ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ തുടക്കക്കാരൻ. അല്ലെങ്കിൽ ആ 5 പേരിൽ 5 മഞ്ഞക്കിളികളെന്നൊക്കെ പറഞ്ഞില്ലേ, ആ 5 പേർ. അപ്പോൾ കൃഷി എന്നത് ഈ ശിവഗിരിയുമായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്തകളുമായിട്ടുമെല്ലാം ഏറെ യോജിച്ച് നിൽക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യുത് ചക്രവർത്തി എന്ന ആദരണീയനായ വൈസ് ചാൻസലർ ശിവഗിരി കുന്നിൽ വെച്ച് പറഞ്ഞ ആ ഒരു അഭിപ്രായത്തെ ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് എന്ന കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ നാടിൻ്റെ മണ്ണിൽ ഇവിടെ ഉയർത്തിപ്പിടിച്ച വലിയ കാര്യങ്ങളായിരുന്നു. ശങ്കരക്കുറുപ്പാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ ഗുരുദേവനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്.
ഇവിടെ 3 ആനകളെ ഒരുക്കിയിട്ടാണ് ഗുരുദേവിനെ സ്വീകരിക്കാൻ വേണ്ടി, രവീന്ദ്രനാഥ് ടാഗോറിനെ സ്വീകരിക്കാൻ വേണ്ടി ആനപ്പുറത്ത് വെച്ചിരുന്ന ചിത്രം ബുദ്ധൻ്റെയാണ് എന്ന് ചിലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. എത്ര വലിയൊരു ഐക്യപ്പെടലായിരുന്നു അവിടെ എല്ലാം. എവിടെയാണെല്ലാം യോജിപ്പ്, ഏതെല്ലാമാണ് ചിന്താഗതികളെ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നെല്ലാം നമ്മൾ കാണുകയായിരുന്നു ഇവിടെ. ബംഗാളിനും കേരളത്തിനും തമ്മിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. ഒരുപാട് പേരുകൾ കേരളം ഇങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. രവീന്ദ്രൻ എന്ന പേര് തന്നെയും നമുക്ക് ഇവിടത്തേക്ക് വന്നതിൽ ബംഗാളിനേക്ക് പറയാറുണ്ട്. നമ്മൾ എവിടെയെല്ലാം പോയാൽ കാണാൻ കഴിയും ഗീതാഞ്ജലി. എത്രയോ വീട്ടുപേരുകളുണ്ട് ഗീതാഞ്ജലി. നാട്ടിലെ പാരലൽ കോളേജുകൾ, ചെറിയ ട്യൂഷൻ സെൻ്ററുകൾ, എത്ര പേരുകളാണ് വിശ്വഭാരതി എന്ന പേരിട്ട് നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളതെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ എടുക്കലും കൊടുക്കലും ബംഗാളിനെ ഒരുപാട് കാര്യത്തിൽ നമ്മൾ ഇങ്ങോട്ടും സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരണത്തിൻ്റെയൊക്കെ ഭാഗം നമ്മൾ ഇന്നിത് പറയുമ്പോൾ അന്ന് ഈ ശിവഗിരി കുന്നിൽ വന്നിട്ട് ഗുരുദേവനുമായി ഈ നേരമെല്ലാം ചർച്ചയെല്ലാം നടത്തിയിട്ട് ഡോക്ടർ പൽപ്പുവിനോട് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞത് ഗുരുദേവനെ ഒന്ന് ബംഗാളിലേക്ക് കൊണ്ടുവരണം എന്നായിരുന്നു. ബംഗാളിലേക്ക് കൊണ്ടുവരണമെന്ന അഭ്യർത്ഥന ഗുരുദേവ് ഡോക്ടർ പൽപ്പുവിനോട് നടത്തിയതിനെക്കുറിച്ച് അദ്ദേഹം പിന്നീട് ഡോക്ടർ പൽപ്പു മൂലൂരിന് എഴുതുന്ന കത്തിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന അവസരത്തിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നതിനെക്കുറിച്ചാണ് മൂലൂർ തിരിച്ചതിൻ്റെ മറുപടി പറയുന്നതെല്ലാം. നോക്കൂ, ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്തകളുടെ ഒരു പ്രാധാന്യം കൊണ്ടായിരുന്നു അവിടെയെല്ലാം ഇതെല്ലാം ഉയർന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ആ ചിന്തകളെയാണ് നമുക്കിന്ന് ചേർത്തും കോർത്തും വെക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിന് മുമ്പിൽ പറയാൻ ഏറ്റവും പ്രമുഖമായ കാര്യം അതുകൊണ്ടാണല്ലോ നിത്യചൈതന്യ യതി രേഖപ്പെടുത്തുന്നുണ്ട്. 1971 ലോക നൈതികതയുടെ കോൺഫറൻസ് കോപ്പൻഹേഗനിൽ ചേർന്നപ്പോൾ മാനുഷിക ബന്ധത്തിനുള്ള ഏറ്റവും നല്ല മാതൃകയായി ആ സമ്മേളനം തീരുമാനിച്ചത് ആത്മോപദേശ ശതകത്തിലെ 22ാമത്തെ ശ്ലോകമാണ്. ശ്രീ VP ജോയി ഇവിടെ അറിവിലുമേറി അറിഞ്ഞിരുന്നവൻ തൻ ഉരുവിലുമൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും, കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിരേണം എന്ന ആത്മോപദേശ ശതകത്തിൻ്റെ അത് പറഞ്ഞിട്ടാണ് അദ്ദേഹം അറിവിനെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയത്. അതിൻ്റെ 22ാം അധ്യായമാണ്, അല്ലെങ്കിൽ 22ാമത്തെ ശ്ലോകമാണ്. പ്രിയം അപരൻ്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും, നയമതിനാലെ നരന്നു നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരേണം എന്നുള്ളതിനെയാണ് കോപ്പൻഹേഗനിലെ സമ്മേളനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കിയതെല്ലാം. ഇങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മളുടെ ശ്രീനാരായണ ഗുരു, നമ്മളുടെ ഗുരുദേവനെന്ന് നമ്മൾ പറയും, നമുക്കൊരു സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നാൽ വർത്തമാനങ്ങളിൽ മാത്രമായി അത് നിൽക്കുന്നു എന്നുള്ളത് വല്ലാത്തൊരു പരിമിതിയായി നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനെതിരായിട്ടുള്ള ചിന്തകളിലേക്ക് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള സമ്പത്ത് വർദ്ധിക്കണമെന്നും എനിക്ക് ഐശ്വര്യം വർദ്ധിക്കണമെന്നും ആ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് വേണ്ടി മറ്റൊരാളിനെ ബലി കൊടുക്കുന്നത് പോലും കുഴപ്പമില്ല എന്നുമുള്ള ചിന്തകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ അതെല്ലാം സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു ഭഗവത് സിംഗിൻ്റെയോ ലൈലയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേറൊരാളിൻ്റെയോ മാത്രം പ്രശ്നമായി കാണുന്നതിലേക്കാണ് നമ്മൾ പലപ്പോഴും എത്തുന്നത്. സമൂഹം അത്രമേൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഞാൻ എൻ്റേത് എന്നിലേക്ക് മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് അതിന് ഉള്ള വളക്കൂറുള്ള മനസ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നിടത്ത് നമുക്കിതിനെന്താണ് ഒരു പ്രത്യൗഷധം എന്ന് ചോദിച്ചാൽ, അതിനെന്താണ് ഒരു ദിവ്യ ഔഷധം എന്ന് ചോദിച്ചാൽ, അത് ഈ നാടിനെല്ലാ കാലവും എടുത്തുയർത്താൻ കഴിയുന്ന ഗുരുദേവ ചിന്തകൾ തന്നെയാണ്, ഗുരുദേവ ദർശനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നത് ഗുരുദേവനെ ബംഗാളിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞത്. ഇതിനേക്കാൾ വലിയൊരാളിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ പേരിൽ മാത്രമാണ്, വേറെ എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി ആയിരുന്നില്ല. നമ്മളെല്ലാം ഇന്ന് അങ്ങനെയാണല്ലോ, എന്തെങ്കിലും എന്ത് നേട്ടമുണ്ടാകും എന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങൾ. ഒരു കല്യാണത്തിന് പോകുന്നിടത്ത് പോലും നാം ചിന്തിക്കുന്നത് എന്തു മെച്ചമുണ്ടാകും എന്നുള്ള കണക്ക് കൂട്ടലിലാണ്. സ്വന്തമായി നമുക്ക് എന്ത് മെച്ചമുണ്ടാകും, ഏതൊരു പരിപാടിക്ക് പോകുമ്പോൾ തന്നെയും ആലോചിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് ഓരോ നിക്ഷേപങ്ങളാണ് ഓരോ പരിപാടിക്ക് പോകുന്നതിലും. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് പോലെയാണ് നമ്മൾ കണക്കാക്കുന്നതെല്ലാം. അവിടെ ഒരു നിക്ഷേപം ഇട്ടാൽ അത് എത്രമാത്രം പലിശ കിട്ടും എന്ന് കണക്ക് കൂട്ടുന്നത് പോലെയാണ് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്, ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആ തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും അത് ഓരോ വിശ്വാസ പ്രമാണങ്ങളെ പോലും മാറ്റുന്നത് പ്രയോജന മൂല്യത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാവുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാത്തിനെയും പണം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരിടത്ത് സത്യവും ധർമ്മം ദയ ശാന്തി എന്ന് ഗുരുദേവൻ എഴുതി വെച്ച വിഗ്രഹമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു നാടിൻ്റെ മണ്ണിൽ ആ സത്യം ധർമ്മം ദയ ശാന്തി എന്നുള്ളതിനപ്പുറത്തേക്കെല്ലാം പണത്തെ കൊണ്ടുവെക്കാനുള്ള പ്രതിഷ്ഠിക്കാൻ പണം ദേവാലയവും പണം ദൈവവും എല്ലാം ആയി
മാറിക്കൊണ്ടിരിക്കുന്നിടത്താണ് നമ്മൾ ശാരദാദേവിയുടെ മഹത്തായ പ്രതിഷ്ഠയുടെ ചാരേ നിന്നുകൊണ്ട് ഗുരുദേവനെ കണ്ട ആ ഉജ്ജ്വലമായ മുഹൂർത്തത്തിൻ്റെ സ്മരണകൾ അയവിറക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പാവന സ്മരണകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട്, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് അതിൻ്റെ ഒരു 100ാം വാർഷികത്തിൽ പങ്കെടുത്തു എന്ന് എനിക്ക് എത്രയോ നാൾ പറയാൻ കഴിയുന്ന ഒരു മഹത്തായ ഒരു ഊർജ്ജമാണ് എന്നിലേക്ക് കൂടി പ്രവഹിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു ചരിത്ര സംഭവത്തിന് വന്ന് പങ്കാളിയായതിനകത്ത് എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളോടും ശ്രീമദ് ഋതംബരാനന്ദ സ്വാമികളോടും മറ്റെല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരോടും അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട് എന്ന് ഞാൻ പറയട്ടെ. നന്ദി എന്നൊരു വാക്ക് മാത്രമായി പറഞ്ഞു പോകുന്ന ഒരു വല്ലാത്തൊരു വാക്കാണ് ഒരു നന്ദി എന്നുള്ളത്. വെറുതെ പറഞ്ഞു എന്തോ ഒരു മോശം പെട്ടുപോയോ എന്ന് തോന്നിപ്പോകുന്നൊരു വാക്കാണത്. കടലോളം കടപ്പാട് എനിക്കുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സഹോദരങ്ങളെ, മന്ത്രിമാർ ധാരാളമുണ്ട് എങ്കിൽ തന്നെയും ഗുരുദേവനെക്കുറിച്ച് ഇത്ര ആഴത്തിൽ പഠിച്ചു വച്ചിരിക്കുന്നതിന് മന്ത്രി ഈ പ്രസാദിനെ പോലെ ഒരാളില്ലെന്ന് ഞാൻ തോന്നിപ്പോവുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഗൾഫിലിരുന്ന് കേട്ടു. അതിഗംഭീരം. തീർത്ഥാടനത്തിന് ഇവിടെ കേട്ടു, മുഴങ്ങി കേട്ടു. ഗംഭീരം. നല്ല ആഴത്തിൽ തന്നെ ഗുരുദേവ കൃതികളും ചരിതവും പഠിച്ചു വെച്ച ബഹുമാനപ്പെട്ട മന്ത്രിയെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. അടുത്തതായിട്ട് അനുഗ്രഹ പ്രഭാഷണമാണ്. അത് ശിവഗിരി മഠത്തിലെ സീനിയർ സന്യാസിയും ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് ഭരണസമിതി അംഗവുമായ സൂക്ഷ്മാനി സ്വാമികൾ നിർവഹിക്കും. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ശ്രീമദ് സച്ചിദാനന്ദ സ്വാമിജി അവർ, ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഋതംബരാനന്ദ സ്വാമിജി, ട്രഷറർ ശാരദാനന്ദ സ്വാമിജി, ശ്രീ സത്യാനന്ദ സരസ്വതി, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ്, ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുനിസിപ്പൽ ചെയർമാൻ ലാജി, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമായ കൽക്കട്ടയുടെ സംസ്കാരത്തെ തിരുത്തിക്കുറിച്ച മഹാത്മാവായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. ആ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സംസ്കാരം മാറ്റിമറിച്ച മഹാവ്യക്തിത്വമായിരുന്നു ശ്രീ നാരായണ ഗുരു. It was love at first sight for Tagore. Tagore was totally hypnotized by the divinity of Sree Narayana Guru. And what is important is he didn't try to hide what he felt, what he experienced. He declared what he felt to the rest of the world. And that is the way how unknowingly Tagore became the ambassador of Sree Narayana Guru. See, we know Tagore was great son of India who belonged to the entire world. He was the first Nobel laureate from Asia. Besides, Tagore was regarded as an authority of Indian spirituality. So his words has magical effect. So what he said about Gurudevan was very valid. His endorsement, his great acknowledgement is, we know that he said it 100 years ago, but still that words are vibrating. Still it is capable to inspire people to know about Gurudevan and Guru Darshan. So we, the people of Kerala, especially the devotees of Sree Narayana Guru, forever grateful to Tagore ji for the measured words, for the magical words he used to describe Sree Narayana Guru. What was that Tagore attracted in Gurudevan? At first, it was the divine appearance of Gurudevan, plus
the significance of the Guru Darshan. What is Guru Darshan? See, what Tagore fascinated the idea, the concept of bypassing religion. Gurudevan gave assistance to bypass religions. He was a master of how to bypass religions. When you bypass religions, you will get an access, direct access to what is real or God. So when you have this direct access to truth, you can call it as secular spirituality. So Gurudevan's secular spirituality, that was what fascinated by Tagoreji. This secular spirituality, sometimes it is known as social lubricator. We all know that now everywhere there are frictions everywhere. So a lubrication is highly essential. Guru Darshan is the most effective lubricator. So if we are using this social Guru Darshan as the social lubricator, we will get a friction-free society in the world. So let's use Guru Darshan as a social lubricator. And besides, Guru Darshan is the art of spiritualizing material life and materializing spirituality. So when you spiritualize material life, you may realize that there is no need to separate spirituality from everyday life. In fact, there is no need to separate spirituality from everyday life, and there is no need to separate everyday life from spirituality. So what does it mean? There is no need to separate spirituality from everyday life. Therefore, we have to practice Guru Darshan in everyday life. When you practice Guru Darshan in everyday life, you get a handle in your complicated everyday life. And that is most important thing. If you get a handle in the everyday life, you can face the challenges of the complicated everyday life in a smooth way. So to get a handle in the everyday life simply means this handle is like the handle of a frying pan. We know that if you are taking a frying pan directly, you will get burned. But if you are using the handle, you never get burned. So Guru Darshan is like the handle of a frying pan, so that we can our life will become very comfortable. Otherwise, we will get burned. If we are using this handle, Guru Darshan as the handle, we can face the challenges of everyday life without any harm. Now, I am aware this is not an opportunity to talk much, because now again there are people waiting for their turn. So if I am taking their time, it is very bad. So I am not talking much. ഈ പറഞ്ഞ ഇവിടെ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ നമ്മുടെ മുഖ്യാതിഥിയും ഇനാഗുറേറ്റ് ചെയ്ത വൈസ് ചാൻസലർ ബാംഗ്ലൂർ വിശ്വഭാരതിയും ഒക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്നില്ല, സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. അടുത്ത പ്രഭാഷണം ശ്രീ രാധാകൃഷ്ണൻ സാറിൻ്റേതാണ്. കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറും
PSCയുടെ ചെയർമാനുമൊക്കെയായി സേവനം ചെയ്ത അദ്ദേഹത്തെ ശിവഗിരി മഠം ശ്രദ്ധിച്ചു തുടങ്ങിയത് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം മാതൃഭൂമിയിൽ എഴുതിയ ഒരു പഠനം, ഗുരുദേവൻ്റെ ജാതി നിർണയം, ജാതി ലക്ഷണം എന്നീ 2 കൃതികളെയും അദ്വൈത ദീപികയും ആസ്പദമാക്കി രാധാകൃഷ്ണൻ സാർ എഴുതിയ പഠനം, അത് ഗംഭീരമായൊരു പഠനം, അത് ബുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വർഷം ഞങ്ങൾ ശിവഗിരിയിൽ ശ്രീനാരായണ ധർമ്മ മീമാംസ പരിഷത്ത് നടത്തിയപ്പോൾ അതിലെ മുഖ്യമായ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. പിന്നീട് ശിവഗിരി തീർത്ഥാടന വേളയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഗുരുദേവനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് രാധാകൃഷ്ണൻ സാറ്. ഞാൻ പറയായിരുന്നു, ഗുരുദേവനെക്കുറിച്ച്, ഗുരുദേവ കൃതികളെക്കുറിച്ചൊരു പഠനം എഴുതണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ അങ്ങനെ ഒന്ന് തയ്യാറാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഏതായാലും അത് സാധ്യതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദരണീയനായ രാധാകൃഷ്ണൻ സാറിനെ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. സംപൂജ്യനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ബഹുമാന്യനായ മന്ത്രി ശ്രീ പി പ്രസാദ്, ഇന്നത്തെ നമ്മുടെ ഏറ്റവും ആദരണീയനായ അതിഥി, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശ്രീ വിദ്യുത് ചക്രവർത്തി, ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, രണ്ട് കവികൾ സമ്മേളിച്ച ഒരു സുദിനത്തിൻ്റെ 100ാം വാർഷികം കൂടിയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. And Professor Chakrabarti, it was a rare communion of 2 great poets having divergent concepts on humanity, poetry, and the world, who believed that man is multitude. So single-dimensional measuring yards cannot make it easy to know who man is and what poetry is. And there must be divergence. I don't say differences, Mr. Minister. Divergence is there. It's not different. They are divergent. And divergence should be the part of human life, being an organic entity. And divergence should be the part of poetry, being an organic creation. A person who writes poetry is not mechanically writing something, but it is originated from his own body, his own mind, his own intellect, and his own context, the context in which he lives. That becomes the essence of the part of that poetry. And I think that there are diversified views regarding the very concept of God, the very concept of truth in Tagore and Guru. Tagore says, have you ever heard his silent steps? He comes, ever comes, in his Gitanjali. The question is to you, have you heard his silent steps? He comes, ever comes. But Guru says, Chidegam. He has no doubt about it. Guru wrote something as a mantra drishtava. In the Vedas, you cannot see Srashtava, the creator, but Drashtava, the person who experienced and he expresses his experience. Guru is a poet who expresses his experience in a language form. And that experience, of course, need not be in agree with the experience of another person. One can disagree with the other,
because of the multitude. So I don't think it is one caste, one religion, and one God, because a person of having Advaitic experience cannot use the term one in the numerical sense, but Oru in Malayalam, what does it mean? A. Oru in Malayalam means an indefinite article. So, not one caste, a caste. A caste means any caste. Any caste means many caste. A religion, many religion. That's why he said, Sarva Mada Saravum Ekam. It is absolute. The essence of all religion is the experience of the absolute, and that absolute can be experienced and expressed in many ways. Egam Sat Vipra Behuda Vadanti. Since truth is absolute, it can be experienced and expressed in many ways. What you express is a truth, because it is your experience you are writing. When a poet writes his experience, nobody can question why he wrote like that, because it was his experience. Every human being is free to express his experience. Egam Sat Vipra Behuda Vadanti. Sarva Mada Saravum Ekam. It is absolute. And the God, that God also is absolute. Oru means many gods. The moment one says that my ideology, my religion, and my God alone is true, and all the other gods and experiences untrue, there begins the rule of an autocrat or fascism. That is too dangerous. And Guru was against such a stand taken and adopted by all the religions in the world. It is in this sense that he embraces pluralism. That's why he can accommodate the rationalist like Sahodharana Ayyappan and anarchist like C. Keshavan. C. Keshavan was neither a socialist nor a democrat, but he was an anarchist. But Guru was able to embrace all, because Sarva Mada Saravum Egam. That experience is there. One is totally free to express such an experience, and he is ready to write his poems. So, when Tagore says that, have you ever heard his silent steps? He comes, overcomes the God which he has seen, but he thinks that we are not able to see, and that's why he doubts our ability to experience it. That's not the case of Guru. Guru, on the contrary, says that, what is the status of this world? Kaladiyaya mrudu nulalameyum oru leelapadam. See? This is the status of this world. And the basis of that experience can be expressed. And he expressed that experience in Janani, Navaratna Manjari, and many other poems written by Guru. So the field of experience of the poet, as a poet, Guru and Tagore are having divergent magnitudes. One person writes that this is what? He was not certain. He lacked certainty. But Guru, on the contrary, has written the experience which he was certain to the core. This is the difference between the two. So the poems written by Guru can never be compared to something else. If you want to compare, he can be compared only to Vyasa, Valmiki, Shankara, and Eduthajan as a poet. Not below the rank of these poets.
It is a fact that Tagore got Nobel Prize, and getting Nobel Prize is one thing, and having the poetry of high density magnitude is another thing. You might have not heard of William Golding, who is a Nobel laureate, and he is an English poet. He is a British English poet who got Nobel Prize for literature, that too for poetry, but nobody has ever read anything. Nobody has ever heard of him. That is the fate of such poets. Kumaranashan, even if he is not able to get Nobel Prize, the loss is to the Nobel Prize, not to Kumaranashan. The Nobel authority has lost the opportunity to laureate him because he is a poet of having great magnitude. But Guru, on the contrary, is a poet who cannot be laureated by any literary prizes instituted by the mortals on the earth. That is the difference. That is the difference. So the mortals have instituted too many awards for poetry, too many awards for literature, but such awards should never be thrusted upon Guru, because he is beyond the reach of anything. Why? Because he wrote the experience which cannot be either grasped by the sense organs or approached by mind. Yado vajo nivartandye aprapya manasa saha anandam. And he wrote and he expressed that ananda in his poems. വ്യത്യാസം വളരെ വലുതാണ് ഇതിൻ്റെ രണ്ടും തമ്മിലുള്ളത്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ നമുക്കൊരു താരതമ്യം അങ്ങനെ സാധ്യമേ അല്ല. ആ താരതമ്യത്തിനും അർത്ഥമില്ല. ഗുരു ഇരിക്കുന്ന ഒരു ഗുരു ആവിഷ്കരിച്ച ഒരു എന്താ പറയേണ്ട കാവ്യ അനുഭൂതി എന്ന് പറയുന്നത് വാക്കിനും മനസ്സിനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ആനന്ദത്തെ വാക്കിനും മനസ്സിനും എത്തിപ്പിടിക്കാൻ കഴിയുന്ന രീതിയിലാക്കുന്നതിനുള്ളൊരു ഭഗീരഥ ശ്രമമാണ്. മിസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ ഗുരു മിസ്റ്റിക് പോയറ്റ് അല്ല. ഗുരു ഈസ് ആൻ അദ്വൈതിക് പോയറ്റ്. മിസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ ദ സബ്ലൈം പോയറ്റിക് എക്സ്പീരിയൻസ് എക്സ്പ്രസ്ഡ് ഇൻ എ പ്രൈവറ്റ് ലാംഗ്വേജ് which cannot be understood properly, interpreted properly, and appreciated properly. Even that person himself has not been appreciated it properly. That's why he asked, have you ever heard his silent steps? He comes, ever comes. That's not the case of Guru. Adalla. അതേ അല്ല. കാരണം പ്രൈവറ്റ് ലാംഗ്വേജിലായിക്കണ്ട എല്ലാ മിസ്റ്റിക് പോയിറ്റ്സിൻ്റെ ഒരു ലിമിറ്റേഷൻ അതാണ്. ഈ പ്രൈവറ്റ് ലാംഗ്വേജിലാണ് പറയുന്നത്. ആ പ്രൈവറ്റ് ലാംഗ്വേജിൽ ഇത് പറയുമ്പോൾ ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം നമുക്കും അറിയില്ല, അങ്ങേർക്കും അറിയില്ല, ആർക്കും അറിയാതെ പോകും. അതുകൊണ്ടാണ് ഇത് ഗാനങ്ങളിലാക്കി തർജ്ജമ ചെയ്ത് വരുമ്പോഴും നമുക്കിത് എന്താണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം ദൈവമാണോ പ്രേമമാണോ ഭക്തിയാണോ എന്ത് കുന്തമാണെന്ന് ആർക്കും മനസ്സിലാകാതിരിക്കും. ബട്ട് ദർ ഈസ് പോയട്രി ഇൻ ഇറ്റ്, ബിക്കോസ് ദറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് എ ഗ്രേറ്റ് മൈൻഡ് ലൈക്ക് ടാഗോർ. അതിൽ കവിതയുണ്ട്. അങ്ങനെ പറയുന്നതും കവിത തന്നെയാണ്. എല്ലാം ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ. കരുതുപതിഹ ചെയ്യ വയ്യ, ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം, പരമഹിതം അറിഞ്ഞുകൂടാ, ആയുസ്ഥിരതയുമില്ല അതിനിന്ദ്യം ഈ നരത്വം. കുമാരനാശാൻ. ദാറ്റ്സ് പോയട്രി. A poet in that sense is a free bird to express his experience in any language form and in any forms of literary enterprises. അതെന്തും ചെയ്യാം. അത് അദ്ദേഹത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. പിന്നെ ഓരോരുത്തർക്ക് ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് അനുസരിച്ച് ഇത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും, ആസ്വദിക്കപ്പെടും, ആസ്വദിക്കപ്പെടാതിരിക്കുന്നതൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് പക്ഷേ ശ്രീനാരായണ ഗുരു, ശ്രീ ശങ്കരൻ
തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ എഴുത്തച്ഛൻ, വ്യാസൻ, വാൽമീകി എന്നൊക്കെ പറയുന്നവരുടെ റേഞ്ച് വ്യത്യാസമുണ്ട്. അത് വേറെ സംഗതികളാണ് അവരെഴുതിയേക്കുന്നത്. അവരും അവരുടെ എക്സ്പീരിയൻസാണ് പറഞ്ഞിരിക്കുന്നത്. ചങ്ങമ്പുഴ എക്സ്പീരിയൻസ് പറയും. ആ ചങ്ങമ്പുഴക്ക് അത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. തോന്നിയതൊക്കെ പറയാൻ പറ്റും ചങ്ങമ്പുഴക്ക്. പ്രേമം മധുരം മനോഹരം എന്നെഴുതിയതിന് ശേഷം മുഗ്ധപ്രണയമേ കണ്ണീരിൽ എന്നെ നീ മുക്കിച്ചിരിപ്പിക്കാൻ ഓതിടുന്നോ എന്ന് പറയാൻ ഒരു മടിയില്ല. കേവലം ഒരു താൽക്കാലിക ഭ്രമം, പൂവ് പോലുള്ളൊരു ഓമനക്കൗതുകം, നാം അതിനെ പ്രണയമെന്നായി ഗണിച്ച് ഓമനിക്കാൻ ഒരുങ്ങുക മാത്രമാം. തെല്ല് നാളിട ചെല്ലുകിൽ ആ മാരി വില്ലും അങ്ങനെ മങ്ങി മറഞ്ഞു പോന്നെഴുതാനും മടിയില്ല. അപ്പോൾ എന്താണ് അങ്ങേരുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അങ്ങേർക്ക് തോന്നിയ അങ്ങേരുടെ എക്സ്പീരിയൻസ് അങ്ങേര് എഴുതി. അത് അവനവൻ്റെ അനുഭവമായതുകൊണ്ട് അതിൽ കവിത വരും. ആരാൻ്റെ അനുഭവത്തിന് പൊതിച്ചോറുമായി പോയി കഴിഞ്ഞാൽ ആ പൊതിച്ചോറ് കവിത ആകെയില്ല. ലാറ്റിൻ അമേരിക്കയിൽ ഇങ്ങനെ എഴുതി, അതുകൊണ്ട് ഞാനും എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കക്കാരൻ അവൻ്റെ എക്സ്പീരിയൻസ് എഴുതട്ടെ എന്ന്. എനിക്ക് ഈ കേരളത്തിൽ ഈ കൊച്ചു സ്ഥലത്ത് ജീവിച്ചുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എഴുതാൻ കഴിയും. ഈ കേരളത്തിൽ ഈ കൊച്ചു സ്ഥലത്ത് ജീവിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ദിവ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന അനുഭൂതികളെ കാവ്യഭാഷയിൽ ആവിഷ്കരിച്ച മഹാകവി കൂടിയാണ്. മഹാകവി എന്ന് പറഞ്ഞാൽ ഋഷികാവ്യം എഴുതിയ കവിയാണ് ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരുവും ടാഗോറും ഒരുമിച്ച് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കവികൾ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. ആ കണ്ടുമുട്ടുന്നതിൽ ടാഗോറിന് ബുദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് റേഞ്ച് ഡിഫറൻസ് അറിയാൻ കഴിഞ്ഞു. ചിലർക്ക് അത് അറിയാനും കഴിയില്ല. ഗുരുവിനെ കുറിച്ച് പലരും എഴുതി വച്ചേക്കണ അനുഭവകഥകൾ അക്കാലത്തുള്ളത് ജീവചരിത്ര രൂപേണയൊക്കെ വരുമ്പോൾ കാണുന്നു, വായിക്കുമ്പോൾ സത്യത്തിൽ ചിരിക്കാൻ തോന്നും. കാരണം അവർ കരുതിയേക്കണത് അവരും ഗുരുവും ഒരുമിച്ചിരുന്ന് അപ്പോൾ ഗുരുവിന് തുല്യനാണെന്നാണ്. ഒരാൾ എഴുതി വച്ചേക്കുന്ന ഒരാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ജീവചരിത്രം എഴുതി വച്ചപ്പോൾ പറയുന്നത് ഈ പറഞ്ഞ മാന്യൻ ഗുരുവിൻ്റെ മുന്നിൽ കസേരയിൽ കാലും വെച്ച് ഇരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് സംസാരിച്ചതെന്നാണ്. ആ മനുഷ്യൻ്റെ ഗ്രേറ്റ്നെസ് പറയാൻ വേണ്ടി ജീവചരിത്രകാരൻ കണ്ടെത്തിയ ഒരു ഇൻസിഡൻ്റാണ്. പക്ഷെ അത് ഗ്രേറ്റ്നെസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നോക്കേണ്ടതാണ്. പുസ്തകത്തിൻ്റെ പേരും പറയുന്നില്ല, ആളുടെ പേരും പറയുന്നില്ല. രഹസ്യമായിട്ട് ആരെങ്കിലും പറയണമെങ്കിൽ ഞാൻ പുസ്തകം തരാം, പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. കാരണം ഇതൊക്കെ തെളിവുകളായതുകൊണ്ട് കളയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയല്ല. പക്ഷെ ടാഗോറിന് ശ്രീനാരായണ ഗുരുവിനെ കണ്ടപ്പോൾ ആ റേഞ്ച് വ്യത്യാസം മനസ്സിലായി. താൻ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അശുഭ നശ്വര നഭശ്ചരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരിക്കലും അനശ്വര നഭശ്ചരങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യോഗിയുടെ ദിവ്യാനുഭവം കാവ്യമായി ആവിഷ്കരിക്കുന്ന ഒരാളുടെ മുന്നിലാണ് താൻ ഇരിക്കുന്നത് എന്ന ബോധ്യം. ആ ബോധ്യമാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. അത് കവിതയുടെയൊക്കെ അപാരമായ ശ്രേണിയാണ്. ഇവിടെ ദൈവദശകത്തെക്കുറിച്ച് പറഞ്ഞു. ഇതുപോലെ വ്യാഖ്യാനിക്കാൻ അസാധ്യമായ ഒരു കവിത മലയാളത്തിലുണ്ടായിട്ടില്ല. ഇത് പറയുന്നത് സ്വാമികളെ വെറുതെ അല്ല. ഞാൻ ഈ അങ്ങ് ഇങ്ങ് എന്ന രണ്ട് വാക്കുണ്ട് അതിനകത്ത്. അങ്ങ് ഇങ്ങ്. ഈ അങ്ങ് ഇങ്ങ് എന്താണ് എന്ന് എഴുതി വന്നപ്പോഴേക്കും 150 ഫുൾ A4 പേപ്പറായി. രണ്ട് വാക്കുകളെക്കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതെടുത്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് കണക്ക് കൂട്ടി നോക്കി. ഒരു 1600 1700 A4 പേപ്പറിൽ എഴുതിയാലേ ഇതിൻ്റെ വ്യാഖ്യാനം തീരുള്ളൂ. ഇത്ര ലളിതമായി ഗുരു പറഞ്ഞിരിക്കുന്ന അതിഗഹനമായ ഒരു കാര്യം ഞാൻ അത്രയും പേജിൽ എഴുതി കഴിഞ്ഞാൽ നളചരിതത്തെക്കുറിച്ച് MH ശാസ്ത്രികൾ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനം പോലെ ആയിപ്പോകുന്നത്.
അപ്പോൾ അത് കാരണം ഞാനത് അപ്പം തന്നെ കീറിക്കളഞ്ഞു. കാരണം ഇനിയും ഒരു പ്രചോദനം ഉണ്ടാകരുത് ഇത് എഴുതാനായിട്ട് എന്ന് കരുതി കീറിക്കളഞ്ഞ്. ഇത്ര ലളിതമായി ഇത് എഴുതാൻ എങ്ങനെ കഴിയുന്നു എന്നതാണ് അത്ഭുതം. ഇത്ര ലളിതമായി ആർക്കും തോന്നാവുന്ന വിധത്തിൽ. സംഗീതത്തിൽ ചില രാഗങ്ങളുണ്ട്, ആ രാഗങ്ങളിൽ പാട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കും പാടാൻ തോന്നും, പാടിക്കഴിഞ്ഞാൽ ശരിയാകുകയില്ല. ആർക്കും പാടാമെന്ന് തോന്നുകയും പാടിക്കഴിഞ്ഞാൽ ശരിയാകാതെ പോവുകയും പാട്ടുകളെപ്പോലെ ചില രാഗങ്ങളെപ്പോലെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ദൈവദശകം. അത് തൊട്ട് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഇത്. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം അത് അങ്ങനെയുള്ള കവികൾ അത്യപൂർവമായി പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതാണ്. വരാൻ പോകുന്ന നൂറ്റാണ്ടുകളിൽ മനുഷ്യർ ഇതുപോലെ കവിതകളെക്കുറിച്ച് സംവദിക്കേണ്ടി വരുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകളെക്കുറിച്ച് പരാമർശിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുൻപ് രാമായണം എഴുതിയിട്ട് ആ രാമായണ കാവ്യം, രാമായണ ഗാനം, അതാണ് ഇതിൻ്റെ ഒറിജിനൽ പേര്, ആ രാമായണ ഗാനം ഇന്നും നിൽക്കുകയും ഇന്നും അതിനെക്കുറിച്ച് നാം സംസാരിക്കുകയും ചെയ്യുന്നത് പോലെ ഗുരുദേവൻ്റെ കാവ്യപ്രപഞ്ചം നൂറ്റാണ്ടുകൾക്കപ്പുറവും 1000 ആണ്ടുകൾക്കപ്പുറവും അതിനെക്കുറിച്ച് സംസാരിക്കാതെ മലയാളത്തിൻ്റെ എന്നല്ല ലോകത്തിലെ കാവ്യ സംസ്കാര ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ആ കവിയെ മറ്റൊരു കവി സന്ദർശിച്ചതിൻ്റെ, അവർ തമ്മിൽ സംവദിച്ചതിൻ്റെ ഒരു അനുഭവം നാം എല്ലാം അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ ഇവിടെ വരാനും 2 വാക്ക് നിങ്ങളോട് സംസാരിക്കാനും എനിക്ക് അവസരം തന്ന ബഹുമാന്യനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, നമ്മുടെ രാധാകൃഷ്ണൻ സാറിനെയൊക്കെ നിങ്ങൾ ചൂഷണം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സാറ് ഗുരുദേവ കൃതികളെക്കുറിച്ചും ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പട്ടണ പ്രാന്തങ്ങളിലൊക്കെ മുഴങ്ങി കേൾക്കണം. അതിന് അദ്ദേഹത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഇന്ന് ഞാൻ വിചാരിക്കുന്നു സാറ് കുറച്ച് വിശ്രമവേളയിലാണ്. ഗുരുദേവനെക്കുറിച്ചുള്ള ആഴത്തിൽ പഠനം നടത്തുന്ന സെമിനാറുകളിൽ സാറിൻ്റെ ശബ്ദം മുഴങ്ങി കേൾക്കണം. അതിന് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് പ്രസംഗിക്കുന്നത് നമ്മളുടെ വർക്കല മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ, നമ്മുടെ നഗര പിതാവായിരിക്കുന്ന ലാജിയാണ്. അദ്ദേഹത്തെ ലാജി പ്രസംഗിക്കുന്നതിന് മുൻപ് നമ്മളുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ശ്രീ എസ് ജോസഫ് അവറുകൾ, അദ്ദേഹം ഉച്ച കഴിഞ്ഞുള്ള സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനാണ്, പക്ഷെ നേരത്തെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ശ്രവിക്കാം. സ്നേഹിച്ചോളൂ. ശാന്തിനികേതനൻ വൈസ് ചാൻസലർ, മറ്റ് സന്യാസി വര്യന്മാരെ, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, മറ്റ് വിശിഷ്ട വ്യക്തികളെ, ആദരണീയരായ ഗുരുജനങ്ങളെ, അതുപോലെ പ്രിയമുള്ള സഹോദരന്മാരെ, ടാഗോർ മഹാരാജാസ് കോളേജിലും വന്നത് ഞാൻ ഓർക്കുകയാണ്, ഇവിടെയും വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു കവി മാത്രമായിരുന്നില്ല, അദ്ദേഹം ഇന്ത്യൻ ചിത്രകലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അപനീന്ദ്രനാഥ ടാഗോർ, ഗഗനേന്ദ്രനാഥ് ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ എന്നിങ്ങനെ 3 പേരെയാണ് ഇന്ത്യൻ ചിത്രകലയിൽ നമ്മൾ ഓർക്കുന്നത്. സംഗീതജ്ഞനും കൂടിയാണ്. രവീന്ദ്ര സംഗീതം എന്ന് പറയുന്ന സംഗീതം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുപോലെ
അദ്ദേഹം ഒരു നടനായിരുന്നു. സ്വന്തം ഈ ജെറോസംഗോ തക്രുബാരിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളം നാടകങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ശാന്തിനികേതനിൽ പോയപ്പോൾ അദ്ദേഹം പണിതിട്ടുള്ള മഡ് ഹൗസ് കാണുകയുണ്ടായി. മഡ് ഹൗസ്, മൺവീട് കാണുകയുണ്ടായി. സ്വന്തം വസ്ത്രങ്ങൾ സ്വയം നിർമ്മിക്കുന്ന ആൾ കൂടി, തയ്ച്ചുണ്ടാക്കുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഗായകനായിരുന്നു. നമ്മുടെ ദേശീയ സംഗീതം എഴുതിയിട്ടുള്ള മഹത് വ്യക്തിയാണ്. ലോകത്തിലെ ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന കവിയെപ്പോലെയും റൂമി എന്ന കവിയെപ്പോലെയും വില്യം ബ്ലേക്ക് എന്ന് പറയുന്ന കവിയെപ്പോലെയുമൊക്കെയാണ് ടാഗോർ. ടാഗോർ ബംഗാളിൻ്റെ സ്പിരിറ്റാണ്. നമുക്ക് കുമാരനാശാൻ എങ്ങനെയാണോ എന്നതുപോലെ ബംഗാളിൻ്റെ ഒരു സ്പിരിറ്റാണ്. ഞാൻ ബംഗാളിൽ 2-3 തവണ പോയിട്ടുണ്ട്. ടാഗോറിൻ്റെ 125-ാം ജന്മദിനത്തിൽ കവിത ചൊല്ലാനായിട്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കവികളെ വിളിച്ചിരുന്നു. അതിൽ നിന്ന് മലയാളത്തിൽ നിന്ന് പോയ ഒരാൾ ഞാനാണ്. അങ്ങനെ ശാന്തിനികേതനിൽ പോകാനും, ശാന്തിനികേതൻ എന്ന് പറയുമ്പോൾ ശാന്തി മാത്രം പോരാ, അതുകൊണ്ട് ശ്രീനികേതൻ കൂടി പുള്ളി സങ്കല്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ മ്യൂസിക്, കഥകളി സംഗീതമുണ്ട്, അതുപോലെ മണിപ്പൂരി നൃത്തമുണ്ട്, അതുപോലെ ബാവുൽ ഗാനങ്ങളുണ്ട്. രാംകിങ്കർ ബയാജിനെ പോലുള്ള ട്രൈബൽ സമൂഹത്തിൽപ്പെട്ട ശില്പിയെ പ്രചോദിപ്പിച്ച, അദ്ദേഹത്തിന് അവസരം കൊടുത്ത ഒരു സ്ഥാപനം കൂടിയാണ് ടാഗോറിൻ്റെ ശാന്തിനികേതനം എന്ന് പറയുന്ന വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അവിടെ ചിത്രകല ഉണ്ട്. ചിത്രകലയുടെ വിനോദ് ബിഹാരി മുഖർജിയുടെ മധ്യകാല സന്യാസികൾ, മിഡീവിയൽ സയൻസ് എന്ന് പറയുന്ന ചിത്രശേഖരമുണ്ട്. അവിടെ ഒരു എല്ലാ മതക്കാർക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു ആരാധനാലയമുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത് മതേതരത്വമാണെന്ന് നമുക്കറിയാം. മതങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട്, പക്ഷേ മതങ്ങൾക്ക് ഭരണത്തിൽ പ്രാധാന്യമൊന്നുമില്ല. അത് ബുദ്ധദർശനമാണ്. ബുദ്ധനൊരിക്കലും മതത്തെയും ഭരണത്തെയും കൂട്ടിക്കെട്ടിയിരുന്നില്ല. അതുപോലെ ടാഗോർ ഇവിടെ വന്ന സമയത്ത്, രവീന്ദ്രനാഥ് ടാഗോർ ഇവിടെ വന്ന സമയത്ത് കുമാരനാശാനും അദ്ദേഹത്തോടൊപ്പം ട്രാൻസ്ലേറ്ററായിട്ട് ഉണ്ട്. അപ്പം 3 കവികൾ, ഒന്ന് നാരായണ ഗുരു വലിയ കവിയാണ്, ചിന്നസ്വാമിയായിട്ടുള്ള കുമാരനാശാൻ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ കവിയും വിഖ്യാത കവിയുമാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിത പാടിയാണ് നമ്മുടെ ഹൃദയം, അല്ലേ? ആര്യമുൻ പരിചയങ്ങൾ നൽകിടും ധൈര്യമാർന്നു പറയുന്നു മദ്ഗതം, കാര്യമിന്നതയി കേൾക്കയോ കനിഞ്ഞാര്യമാകിലും അനാര്യമാകിലും, ഭാരമുള്ളിലഴലായി ജീവിതം ഭാരമായി പറയാതൊഴിക്കുകിൽ തീരുകില്ല ധരയിൽ ഭവാനൊഴിഞ്ഞ് ആരുമില്ലിതും ഇവൾക്ക് കേൾക്കുവാൻ. ഇതൊക്കെ നമ്മൾ ചൊല്ലുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലെ ദുഃഖങ്ങളില്ലാതെയാവുകയാണ്. അതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, പുതിയ കവിതയുമായി ബന്ധിപ്പിച്ച് എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ആ ഒരു ദർശനം, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ളൊരു ദർശനം നമ്മുടെ ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയാണ്. അതായത് മനുഷ്യർക്ക് അവരുടേതായ സവിശേഷതകളുണ്ട്. സവിശേഷതകളിൽ ഊന്നിയ തുല്യത എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലം മുന്നോട്ട് വെക്കുന്ന ഉത്തരാധുനികമായ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടാഗോർ ഇന്ത്യയുടെ ഏറ്റവും വലിയ കവിതയുടെ 3 ലോകങ്ങളെന്ന് പറയുന്നത്, ഒന്ന് സംസ്കൃത കവിതയുടെ ലോകമാണെന്നാണ് പറയുന്നത്, മറ്റൊന്ന് നമ്മുടെ സംഘകാല കവിതയുടെ ലോകമാണ്, തമിഴ് സംഘകാല കവിതയുടെ ലോകമാണ്, മറ്റൊന്ന് ഭക്തികാലത്തിൻ്റെ കവിതകളാണ്. അതിൽ കബീർ, സുർദാസ് അങ്ങനെയുള്ള കവികൾ ധാരാളമായി കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് അത്. കബീറിൻ്റെ 100 കവിതകൾ ടാഗോർ ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ വളരെ ചെറുപ്പത്തിൽ, ഞാൻ BA പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ടാഗോറിൻ്റെ ഈ കബീറിൻ്റെ കവിതകളുടെ ട്രാൻസ്ലേഷൻ അന്നേ തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന് ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്നു. അടുത്ത കാലത്ത് ഞാനത് കുറേ എണ്ണം ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പം ടാഗോറിൻ്റെ ഭാര്യ മരിച്ച സമയത്ത് ടാഗോർ ഒരു മനഃശാന്തിക്ക് വേണ്ടിയാണ് കബീറിൻ്റെ പാട്ടുകൾ എടുക്കുന്നത്. അതിൽ ആദ്യത്തെ പാട്ട് ഇതാണ്: ഏ സന്യാസൻ, അല്ലയോ സന്യാസി, വേർ ഡു യു സീക്ക് മീ, നീ എന്നെ എവിടെയാണ് അന്വേഷിക്കുന്നത്?
ലോ ഐ ആം ബിസൈഡ് thee, ഞാൻ നിൻ്റെ അടുത്തുണ്ട്. ഐ ആം നൈദർ ഇൻ ടെമ്പിൾ നോർ ഇൻ മോസ്ക്, ഞാൻ അമ്പലത്തിലോ പള്ളിയിലോ ഇല്ല. ഐ ആം നൈദർ ഇൻ കാബ നോർ ഇൻ കൈലാസ്, ഐ ആം നൈദർ ഇൻ കൈലാസ് നോർ ഇൻ കാബ, ഞാൻ കൈലാസത്തിലോ കാബായിലോ ഇല്ല. ഇഫ് യു ആർ എ ട്രൂ സീക്കർ, നീ യഥാർത്ഥ അന്വേഷകനാണെങ്കിൽ യു ക്യാൻ സീ മീ അറ്റ് ആൻ ഇൻസ്റ്റാൻസ് ഓഫ് ടൈം, കാലത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിനക്കെന്നെ കണ്ടെത്താൻ കഴിയും. നീ യഥാർത്ഥ അന്വേഷകനാണെങ്കിൽ. കബീർ സൈസ്, കബീർ പറയുന്നു, ഗോഡ് ഈസ് ദ ബ്രീത്ത് ഓഫ് ഓൾ ബ്രീത്ത്സ്, എല്ലാ ശ്വാസങ്ങളുടെയും ശ്വാസമാണ് ഈശ്വരൻ. അപ്പോൾ ഇതൊക്കെ കുറേ പറ്റുന്നത് പോലെയൊക്കെ മലയാളത്തിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. എല്ലാം എടുത്തില്ല, എനിക്ക് വഴങ്ങുന്ന കുറേ കവിതകൾ, 60-70 കവിതകൾ 100 എണ്ണത്തിൽ നിന്ന് എടുത്ത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. അതിലൊരു കവിത ചൊല്ലിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മുടെ ആ ഒരു മിസ്റ്റിസത്തിൻ്റെയും സ്പിരിച്വാലിറ്റിയുടെയും കാലമൊക്കെ മാറിപ്പോയി. കാരണം യന്ത്രവൽക്കരണവും അതുപോലെ വ്യവസായവൽക്കരണവും ഒക്കെ വന്നത് മൂലം സ്പിരിച്വാലിറ്റിയിൽ നിന്നും ഒക്കെ മാറിപ്പോയി മനുഷ്യർ. അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. അത് ഇനി തിരിച്ചെടുക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടെ. എങ്കിലും ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഓർക്കുകയും ഇവരുടെയൊക്കെ കവിതകൾ വായിക്കുകയും ഇവരെക്കുറിച്ച് വായിക്കുകയും ചെയ്യുമ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാകും. ഞാൻ ടാഗോർ വിവർത്തനം ചെയ്ത കബീറിൻ്റെ ഒരു ദോഹയല്ല, കവിതയാണ്. അല്ലയോ ഫക്കീർ, വലിച്ചെടുത്തല്ലോ നീ എൻ്റെ സ്നേഹത്തെ, ഓ ഫക്കീർ. ഫക്കീർ എന്ന് പറഞ്ഞ സന്യാസി. അല്ലയോ ഫക്കീർ, വലിച്ചെടുത്തല്ലോ നീ എൻ്റെ സ്നേഹത്തെ, ഓ ഫക്കീർ. ഞാനൻ മുറിയിൽ ഉറങ്ങുകയായിരുന്നു, എന്നെ ഉണർത്തി നീ ഫക്കീർ. ഞാനൻ മുറിയിൽ ഉറങ്ങുകയായിരുന്നു, എന്നെ ഉണർത്തി നീ ഫക്കീർ. നിന്റെ മനോഹര മാസ്മര ശബ്ദത്താൽ എന്നെ ഉണർത്തി നീ ഫക്കീർ. നിന്റെ മനോഹര മാസ്മര ശബ്ദത്താൽ എന്നെ ഉണർത്തി നീ ഫക്കീർ. ലോകക്കടലിൻ അഗാധതയിൽ വീണ് താണുപോകുമ്പോൾ നീ ഫക്കീർ. ലോകക്കടലിൻ അഗാധതയിൽ വീണ് താണുപോകുമ്പോൾ നീ ഫക്കീർ. നിന്റെ കരം തന്നുയർത്തി രക്ഷിച്ചു നീ ബന്ധവിമുക്തനുമാക്കി. നിന്റെ കരം തന്ന് ഉയർത്തി രക്ഷിച്ചു നീ ബന്ധവിമുക്തനുമാക്കി. വാക്കൊന്നിനാൽ ഒരു മാത്രയും കാക്കാതെ പാശങ്ങളെല്ലാം അഴിക്കാൻ എന്നെ തുണച്ചു നീ ഫക്കീർ. എന്നെ തുണച്ചു നീ ഫക്കീർ. എൻ്റെ ഹൃദയം എടുത്തു ചേർത്തല്ലോ നീ നിന്റെ ഹൃദയത്തോടൊപ്പം. എൻ്റെ ഹൃദയം എടുത്തു ചേർത്തല്ലോ നീ നിന്റെ ഹൃദയത്തിനൊപ്പം. ഇവിടെ വരാനും മഹാരഥന്മാരെക്കുറിച്ച് പറ്റുന്നത് പോലെ ചില വാക്കുകൾ സംസാരിക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ ശ്രീ എസ് ജോസഫ് അവറുകൾ നല്ലൊരു കവിത ഇവിടെ അവതരിപ്പിച്ചു. പ്രത്യേക സന്തോഷമുണ്ട്. ഈ സമ്മേളനം അവസാനിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി പിരിയും. അത് കഴിഞ്ഞാൽ ഈ വേദിയിൽ കാവ്യ സൗഹൃദം, കവികൾക്ക് അവരുടെ സ്വന്തം കവിതകൾ അവതരിപ്പിക്കുവാനുള്ള ഒരവസരമാണ്. കവിത അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇവിടെ പേര് തന്നാൽ ഉപകാരമായി എന്നുകൂടി അറിയിക്കുന്നു. ഇപ്പോൾ ഈ യോഗത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ലാജി, നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ KM ലാജി, ഞാൻ വിട്ടുപോയി, ലാജിയെ ആദരവോടെ ക്ഷണിക്കുന്നു. 2 വാക്ക്. അധ്യക്ഷവേദിയിലുള്ള ആദരണീയനായ നമ്മുടെ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡന്റ് ബ്രഹ്മശ്രമി സച്ചിദാനന്ദ സ്വാമിജി അടക്കമുള്ള നമ്മുടെ സന്യാസി സംഘ അംഗങ്ങളായിട്ടുള്ള ഗുരുജനങ്ങൾ, അധ്യക്ഷവേദിയിൽ ഉള്ള ഉദ്ഘാടകൻ വിശ്വഭാരതി കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലർ അടക്കമുള്ള ബഹുമാന്യരെ,
സദസ്സിലുള്ള ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സ്വാമിജി തന്നെ ഏതാണ്ട് വിശപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്നീ പരിപാടി പകുതിയിലെ വെച്ചുകൊണ്ട് നല്ല ഒരു ടാഗോറിൻ്റെ, ഗുരുദേവൻ്റെ അടക്കമുള്ള കൃതികൾ ഇവിടെ അവിസ്മരണമാക്കുന്ന രീതിയിലുള്ള പുതിയ കവിതകൾ ഇവിടെ ചൊരിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടിയുള്ളൊരവസരമാണ് നമ്മുടെ സ്വാമിജി ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു നല്ല സമയമാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഒരു പ്രസംഗം ശരിയല്ല, ഒറ്റ വാക്കിൽ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വത്തിൻ്റെ എന്നുവെച്ചാൽ മനുഷ്യ മോചനത്തിന് വേണ്ടി ഏറ്റവും വലിയ പരിവർത്തനം സൃഷ്ടിച്ച കേരളത്തിൻ്റെ ഗുരുദേവനും അതുപോലെ തന്നെ ബംഗാളിൻ്റെ ഗുരുദേവും രണ്ട് മനുഷ്യന് അറിവിൻ്റെ പരിണാമം നടത്തിയിട്ടുള്ള, ഇടിയും മിന്നലും ഒരുമിച്ചാൽ ഉണ്ടാകുന്ന പ്രതിധ്വനി പോലെ ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള മാനവികതയുടെ ഒരു സംസ്കാര സൃഷ്ടി വിശ്വത്തിനാകെ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളവരുടെ സമാഗമത്തിൻ്റെ, സംഗമത്തിൻ്റെ ആ ദിനമാണ് വീണ്ടും നാം ആചരിക്കുന്നത്. ഈ ദിനത്തിൻ്റെ പ്രത്യേകത 100 വർഷം തികയുമ്പോൾ വീണ്ടും നമ്മൾ ഈ ദിവസം ആചരിച്ചുകൊണ്ട് ഗുരുദേവൻ്റെയും അതുപോലെ തന്നെ ആ മഹാസാഹിത്യകാരൻ്റെയും അറിവിലൂടെ ആർഷഭാരതത്തിൽ ലോകത്തിന് നൽകിയിട്ടുള്ള, മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള ആ മാനവികതയുടെ ഗുണം എത്രമാത്രം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നേരത്തെ മുഖ്യപ്രഭാഷണത്തിൽ ബഹുമാന്യനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇന്നും ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഐശ്വര്യത്തിന് വേണ്ടി മനുഷ്യനെ തന്നെ കശാപ്പ് ചെയ്യുന്നൊരു സ്ഥിതി. ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാട് മുഴുവൻ നടന്ന ആ മഹാത്മാവിൻ്റെ ജന്മദിനത്തിൽ പോലും നമ്മുടെ തലസ്ഥാന നഗരിയിൽ 6 വയസ്സുള്ളൊരു പിഞ്ചോവനെ കുടുംബത്തിൻ്റെ സർവ്വ ഐശ്വര്യവും നേടുമെന്നുള്ള ദുർമന്ത്രവാദത്തിൻ്റെ പേരിൽ നരബലി നടത്തിയ സ്ഥിതിയാണ് ഇന്ത്യ രാജ്യത്ത് ഇന്നും നടക്കുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഗുരുദേവനെയും അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ അടക്കമുള്ളവരുടെ ശിവഗിരിയിൽ വന്നിട്ടുള്ള സംഗമത്തിൻ്റെയും ഒക്കെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് നമ്മുടെ മനുഷ്യ സമൂഹം, നമ്മുടെ ഭാരതത്തിൻ്റെ ബഹുസ്വരത മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുവാൻ ഏറ്റവും നിതാന്തമായിട്ടുള്ള ഉദാഹരണമായി നമുക്ക് പഠിക്കുവാനും അറിയുവാനുള്ളൊരവസരമാണ് നമ്മുടെ ധർമ്മസംഘം, നമ്മുടെ ശിവഗിരി ധർമ്മസംഘം ഇത്തരത്തിലൊരു അവസരം നമ്മുടെ സമൂഹത്തിന് വേണ്ടി വീണ്ടും ഒരുക്കിയതിൻ്റെ ഒരു സുദിനമാണ്. ഈ സുദിനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതീവ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നതാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, ഒരു ചെറിയ ചടങ്ങുകൂടി വേദിയിൽ വെച്ച് നടക്കുന്നു. നമ്മളുടെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ പൊന്നാട ചാർത്തി ആദരിക്കലാണ്. അത് നിർവഹിക്കുന്നത് ഉച്ച കഴിഞ്ഞ് നമ്മളിവിടെ നടക്കുന്ന കാവ്യ സൗഹൃദത്തിൽ കവിതകൾ അവതരിപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന വായന കൂട്ടായ്മയുടെ പ്രവർത്തകരാണ്. അതിൽ സെക്രട്ടറി NK വിജയകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി പ്രകാശനത്തിന് വേണ്ടി ശാരദാനി സ്വാമിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. വളരെ ആദരണീയനായ
ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവനും രവീന്ദ്രനാഥ ടാഗോറും തമ്മിലുള്ള സമാഗമം, അതിൻ്റെ ശതാബ്ദി ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിശിഷ്ടമായ ഈ സദസ്സ് ഏറ്റവും പ്രൗഢഗംഭീരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ സമ്മേളനത്തിന് കൃതജ്ഞത പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. രണ്ട് മഹാപുരുഷന്മാർ, ആ രണ്ട് മഹാപുരുഷന്മാർ അവർ തമ്മിൽ കാണുമ്പോൾ അതെന്തായിരിക്കും എന്ന് കണ്ടറിയുന്നതിനായി, അതിനെ സാഗൂതം വീക്ഷിക്കുന്നതിന് വേണ്ടി അന്നേ ദിവസം ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ സന്നിഹിതരായിരുന്നു, ഇവിടെ വന്നു ചേർന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയാറുണ്ട്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധി കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം എന്നൊക്കെ പറയാറുണ്ട്. അതായത് സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, കിം ആസീത, അതേപോലെ കിം വ്രജേത, അവൻ എന്താണ് പറയുന്നത്, അവൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, അവൻ എങ്ങനെയാണ് വ്യവഹരിക്കുന്നത് എന്നെല്ലാം തന്നെ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ രണ്ട് മഹാപുരുഷന്മാർ സന്ധിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്, അതോ എന്തെങ്കിലും പറയുമുണ്ടോ, ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ചായിരിക്കുമോ പറയുക, അവരെങ്ങനെയാണ് പരസ്പരം സ്വാഗതം ചെയ്യുന്നത്, അവരെങ്ങനെയാണ് പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത്, അവരെങ്ങനെയാണ് പരസ്പരം വിട പറഞ്ഞ് നടന്നു പോകുന്നത്, ഇതൊക്കെ കാണുന്നതിന് വേണ്ടി, അതൊക്കെ സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ അന്ന് ഇവിടെ ഒത്തുകൂടുകയും ഒരു വലിയ വിശേഷമായ ആഘോഷമായിട്ട് ടാഗോറിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്ത ചരിത്രങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ 100ാമത് വർഷമാണ് ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ എല്ലാം വലിയ ഒരു ഭാഗ്യമാണ്. കാരണം വിശ്വഭാരതി സർവകലാശാലയുടെ, കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലർ ശ്രീ വിദ്യുത് ചക്രവർത്തി, അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഈ ഒരു വലിയ ഒരു സുവർണ മുഹൂർത്തത്തിൽ ഇവിടെ എത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രനാഥ ടാഗോറും ഗുരുദേവനും തമ്മിലുള്ള ഈ ഒരു സമാഗമത്തിനെ വളരെ ആവേശപൂർവ്വവും ഭക്തിപൂർവ്വവും വളരെ കരുതലോടും കൂടി കാണുന്ന ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ബഹുമാന്യത തന്നെയാണ്. ശ്രീ विद्युत चक्रवर्ती वो तो अपना फैमिली के साथ इधर आए, उनका जो पत्नी और बेटा दोनों के साथ इधर आए. तो हम लोग तो അദ്ദേഹത്തിന് ശിവഗിരിയുടെ പേരിൽ അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ആദ്യമായിട്ട് ഈ സമ്മേളനത്തിന് മുഖ്യപ്രഭാഷണം ചെയ്തത് ശ്രീ വി ജോയി അവറുകളായിരുന്നു. പ്രശസ്ത കവി എന്ന നിലയിൽ നമ്മൾ പറയുമ്പോഴും ഈ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുദേവ ദർശനത്തിലുള്ള ആ ഒരു പ്രഭാഷണത്തിലൂടെ അതിൻ്റെ ആധികാരികത നമുക്ക് പറഞ്ഞു തന്നപ്പോൾ നമ്മൾ അറിയാതെ എഴുന്നേറ്റ് നിന്നുപോയി. കാരണം ഗുരുദേവ കൃതികളിലൂടെ അങ്ങനെ സഞ്ചാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രാഗൽഭ്യത്തെ നമുക്കറിയാൻ സാധിച്ചു. വളരെ ആദരപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ നമ്മളുടെ മുഖ്യ അതിഥിയായിരുന്ന ശ്രീ പി പ്രസാദ്, അദ്ദേഹവും ശ്രീനാരായണ ഗുരുദേവൻ എന്ന സാമൂഹികമായ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ഗുരുദേവനെക്കുറിച്ചും അതിൻ്റെ ഒരു ആധ്യാത്മിക തലത്തെ സ്പർശിച്ചുകൊണ്ടും വളരെ മനോഹരമായിട്ട് നമുക്ക് ഒരു പ്രസംഗമാണ് ഇവിടെ കാഴ്ചവെച്ചത്. എത്ര സംഭവബഹുലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഗുരുവിൻ്റെ വിഷയങ്ങളെ വളരെ സരളമായിട്ട് പറയുന്നതിന് എവിടെയും സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ വ്യക്തിയാണ്. തൻ്റെ രാഷ്ട്രീയത്തിനപ്പുറം ഗുരുദേവനെ കാണുന്ന ഒരു വ്യക്തിയാണ് ശ്രീ പി പ്രസാദ്. നമ്മുടെ ആദരണീയനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം ചെയ്ത ശ്രീമത് സൂക്ഷ്മാനന്ദ സ്വാമികളെ ഒരു കൃതജ്ഞത പറയേണ്ട കാര്യം ശിവഗിരി മഠത്തിനില്ല. കാരണം അദ്ദേഹം ഇവിടുത്തെ സീനിയറായ സന്യാസിയാണ്. എന്നാലും എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെയും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ ശ്രീ കെ എം ലാജി,
നമ്മുടെ മുനിസിപ്പൽ ചെയർമാനാണ്. അദ്ദേഹത്തിനെയും എല്ലാ പരിപാടികളിലും ഇവിടെ എല്ലാ സമയവും ഉണ്ടാവുന്ന നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയാണ് ശ്രീ KM ലാജി. അദ്ദേഹത്തിനെയും ഞാൻ ഈ പരിപാടിയുടെ പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ ഇവിടെ ഉപഹാര സമർപ്പണം നടത്തിയത് PS ബാബുറാമാണ്. പലപ്പോഴും ഈ പ്രോഗ്രാമുകളിലെ എല്ലാം തന്നെ പല കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്നത് ശ്രീ ബാബുറാം, ഒപ്പം തന്നെ ശ്രീ ഷാജി മുതലായിട്ടുള്ള ആളുകളാണ് ഈ പരിപാടികളെല്ലാം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം നമ്മളെല്ലാം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് ശിവഗിരി മഠത്തിൻ്റെ അഭിവന്ദ്യനായ ജനറൽ സെക്രട്ടറി ഋതംബരാനന്ദ സ്വാമികളാണ്. സ്വാമികളുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. സ്വാമിക്കും ഞാൻ ഈ പരിപാടിയുടെ പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം ഈ സമ്മേളനത്തിൽ വൈകുന്നേരമുള്ള സമ്മേളനമാണെങ്കിൽ കൂടിയും രാവിലെ തന്നെ വന്ന് നമുക്ക് ഈ സമയത്തൊരു നല്ല ഒരു പ്രഭാഷണം നടത്തിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ ശ്രീ S ജോസഫ് അവറുകളുണ്ട്. അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം തന്നെ രവീന്ദ്രനാഥ് ടാഗോറും ഗുരുദേവനുമായിട്ടുള്ള ഈ ഒരു സമാഗമത്തിൻ്റെ ഈ ഒരു 100ാം വർഷത്തിൽ അത് കാണുന്നതിനും കേൾക്കുന്നതിനൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന, ഇതൊക്കെ സാഗൂതം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശിവഗിരി മഠത്തിൻ്റെ പേരിൽ, ഗുരുവിൻ്റെ പേരിൽ, ഈ പരിപാടിയുടെ പേരിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. സമ്മേളനം ഇപ്പോൾ പര്യവസാനിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞാൽ ഉടൻ തന്നെ കവിതകളുടെ ആലാപനം എന്നുള്ള പരിപാടിയാണ്. എല്ലാവരും അതിലും കവിതകൾ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പേരിവിടെ നൽകണമെന്ന് കൂടി അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി പിരിഞ്ഞുകൊള്ളുക. നമുക്ക് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.